أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി റീഡിംഗ് മോഡേൺ അറബിക് പ്രോസ് എന്ന് പറയുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2019 അഡ്മിഷനിൽ BA അറബിക്കിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് നടത്തുന്ന അവരുടെ തേർഡ് സെമസ്റ്ററിലെ പേപ്പറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ നമ്മുടെ വോയിസ് ഇടവിൽ വെച്ച് ബ്രേക്ക് ആയതുകൊണ്ടാണ് നമ്മളതിൻ്റെ ബാക്കിയാണ് ഈ ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിൻ്റെ പേജ് നമ്പർ 31 വരെ ആണ് നമ്മൾ എടുത്തിരുന്നത്. 31 അഥവാ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് തൗഫീഖുൽ ഹക്കീമിൻ്റെ ഉരീദ് ഹാദർ റജുൽ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്, ഒരു നാടകമാണ്. ആ നാടകത്തിൻ്റെ കുറച്ച് ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തത്. ഇതിൻ്റെ 3ാം ഭാഗമാണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ആ നാടകത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞത്, അതിൽ നായില എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഫുആദ് എന്ന് പറയുന്ന ഒരു വക്കീൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയും അദ്ദേഹത്തെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുകയും അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തനിക്ക് യോജിച്ച ഒരു യുവാവാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ സുഹൃത്തിനോട് പറയാതെ, ദാരിയ എന്ന് പറയുന്ന തൻ്റെ സുഹൃത്തിനോട് എന്താണ് ആവശ്യമെന്ന് പറയാതെ അവളെയും കൂട്ടിയിട്ട് ഈ ഫുആദ് എന്ന് പറയുന്ന അഡ്വക്കേറ്റിൻ്റെ വക്കീൽ ഓഫീസിലേക്ക് പോകുന്ന ഒരു സന്ദർഭം. അങ്ങനെ അവിടെ പോയതിന് ശേഷമാണ് ദരിയ ഈ ഒരു സംഗതിയൊക്കെ അറിയുന്നത്. അപ്പം അന്നത്തെ ഈജിപ്ഷ്യൻ കൾച്ചർ അല്ലെങ്കിൽ ഇവർ താമസിക്കുന്ന നാട്ടിലെ ആചാരം അനുസരിച്ചുകൊണ്ട് പുരുഷന് സ്ത്രീയെ പ്രപ്പോസ് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്, എന്നാൽ സ്ത്രീ ഒരിക്കലും അതിന് ധൈര്യപ്പെടാറില്ല പുരുഷനെ പ്രപ്പോസ് ചെയ്യാൻ. അതുപോലെ തന്നെ സ്ത്രീക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ തിരഞ്ഞെടുക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ പുരുഷന് അങ്ങനെ ആയിരുന്നില്ല, അവന് ഇഷ്ടപ്പെട്ട സ്ത്രീയെ പ്രപ്പോസ് ചെയ്യുകയും അവളെ കല്യാണം കഴിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ ഫുആദ് വരുന്നത് വരെ നായിലയും ദരിയയും തമ്മിലുള്ള സംഭാഷണങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സംസാരിച്ചിരുന്നത്. ഫുആദിൻ്റെ ഓഫീസിൽ വെച്ചിട്ട് ഫുആദ് വേറൊരു വഴിക്ക് പോയിട്ട് തിരിച്ചു വരുന്നത് വരെ. അതിൽ നായില ദരിയക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്ത്, സയ്യിദ് ഖദീജ, നമ്മുടെ സിത്ത് എന്നാണ് ഇതിൽ ഉപയോഗിച്ചത്, സയ്യിദ എന്നാണ് അർത്ഥം. നമ്മുടെ ഖദീജ റളിയല്ലാഹു അൻഹ മുഹമ്മദ് പ്രവാചകനാകുന്നതിനേക്കാൾ മുന്നേ തന്നെ അങ്ങോട്ട് പോയിട്ട് പ്രവാചകൻ്റെ സ്വഭാവവും അദ്ദേഹത്തിൻ്റെ നല്ല സൽസ്വഭാവവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവ ഗുണങ്ങളും മറ്റും അദ്ദേഹത്തിൻ്റെ സത്യത്തിൽ അടിയുറച്ച് നിൽക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അമാനത്ത്, സത്യസന്ധത, ഇതൊക്കെ കണ്ടിട്ട് അദ്ദേഹത്തെ അങ്ങോട്ട് പോയി പ്രപ്പോസ് ചെയ്യുകയും അദ്ദേഹത്തോട് കല്യാണം കഴിക്കുമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ കല്യാണം കഴിച്ച ചരിത്രമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് സ്ത്രീക്ക് അതിനുള്ള അവകാശമുണ്ട് എന്ന രീതിയിൽ പറയുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഫുആദ് അവിടേക്ക് കടന്നു വരികയും ഫുആദ് വന്നപ്പോൾ ദരിയ പേടിച്ചുകൊണ്ട് നാണത്തോട് കൂടിയിട്ട് ഇവരോട് രണ്ടുപേരുടെയും സലാം പറഞ്ഞ് പോകുന്നതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതുവരെ അതിനുശേഷം പിന്നീട് ഫുആദും നൈലയും തമ്മിൽ ഓഫീസിലും അവർ മാത്രമാവുകയും അവർ സംസാരിച്ച് തുടങ്ങുന്ന ഒരു സന്ദർഭം. അതിൽ നൈല പറയുന്നുണ്ട് ഫുആദിന് നൈലനെ അറിയില്ല, പക്ഷേ ഫുആദ് സ്വന്തം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നൈല ഫുആദിനെ കുറിച്ച് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫുആദ് ആകെ കൺഫ്യൂഷൻ ആകുമ്പോൾ ചോദിക്കുന്നുണ്ട് എന്ത്, ഇങ്ങനത്തെ ഒരു മനുഷ്യൻ ഇങ്ങോട്ട് വരുന്നത് താങ്കൾക്ക് ആകെ കൺഫ്യൂഷനായി ഉണ്ടാവും അല്ലേ? കാരണം താങ്കളെക്കുറിച്ച് താങ്കൾക്ക് നേരിട്ട് പരിചയമില്ലാത്ത ഒരാൾ വന്നുകൊണ്ട് അയാൾക്ക് പകരം തൻ്റെ സുഹൃത്തിനെ താങ്കൾക്ക് പരിചയപ്പെടുത്തുന്നത് കണ്ടാൽ ഞാനാണെങ്കിൽ പോലും എന്താകും, കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ താങ്കൾ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവുമെന്ന് നായില ഫുആദിനോട് പറയുന്നുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ പേജ് നമ്പർ 32 അത് നമുക്കൊന്നുകൂടെ ഫസ്റ്റ് മുതൽ തുടങ്ങാം. ഓക്കെ, പേജ് നമ്പർ 32 നായില പറയുന്ന സെൻറ്റൻസാണ്. നായിലയോട് അതിന് മുന്നേ ഫുആദ് പറയുന്നുണ്ട് എന്ത്, എന്നെ താങ്കൾക്ക് പരിചയപ്പെടുത്തരാന്ന് പറയുമ്പോൾ നായില പറയുന്നത് എന്താ, ലാ ഹാജ ഇല്ലാ ദാലിക്, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇനി ആരിഫ് കത്തമ്മ ആരിഫ, താങ്കളെ പരിപൂർണമായിട്ട് എനിക്ക് തിരിച്ചറിയാം, താങ്കൾ ആരാന്നറിയാം. അപ്പോൾ ഇന്നഹ ത്വരീഖത്തുൻ ലി ബഖത്തി മിൻക ലി ആരിഫക അന ബിനഫ്, താങ്കൾ പറഞ്ഞോ, താങ്കൾക്ക് ഇത് വല്ലാത്തൊരു അത്ഭുതം തോന്നുന്ന ഒരു സാധനമാണെന്ത്, ലി ആരിഫക അന ബിനഫ്സി, ഞാൻ അങ്ങോട്ട് പറഞ്ഞാന്നുള്ളത്. അലൈസ ഹാദാ മഖ്സദ്, ഇതല്ലേ താങ്കൾ ഉദ്ദേശിച്ചത്. അൽ ഹഖ് മഅക്, താങ്കൾ പറഞ്ഞ സത്യമാണെന്ത്, ലൗ കുൻത ഫീ മക്കാനിക്, താങ്കളുടെ സ്ഥാനത്താണ് ഞാനിരുന്നെങ്കിലെങ്കിൽ ല അജിബ്തു ലി തിൽക്കൽ മഖ്ലൂഖ അല്ലത്തി തഅതി ഇലാ മക്തബിക ബിദൂനി കൽഫത്തി ലി തഖദ്ദുമിക ല സദീഖ, താങ്കളുടെ ഓഫീസിലേക്ക് കടന്നു വരുന്ന ആ ഒരു സൃഷ്ടി, അഥവാ നൈല അവളെ തന്നെ ഉദ്ദേശിച്ചത്. അങ്ങനെ താങ്കളുടെ ഓഫീസിലേക്ക് കടന്നു വരികയും എന്നിട്ട് താങ്കൾക്ക് ഒരു പരിചയമില്ലാത്ത അവളുടെ സുഹൃത്തിനെ താങ്കൾക്ക് പരിചയപ്പെടുത്തി തരികയും ചെയ്താൽ സ്വാഭാവികമായിട്ട് ഞാനും കൺഫ്യൂസ്ഡ് ആവും. വഹിയ ദാത്തിഹ മജ്ഹൂലത്തിൻ്റെ, ആ സ്ത്രീ തന്നെ അഥവാ നായില തന്നെ എന്ത്, താങ്കൾക്ക് പരിചയമില്ലാത്ത ഒരാളാണല്ലോ, മജ്ഹൂല, താങ്കൾക്ക് അറിയാത്ത ഒരാളാണ് ഇരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഫുആദ് മറുപടി പറഞ്ഞു, ലൈസത്ത് മജ്ഹൂൽ അലി, എനിക്ക് അവളെ പരിചയമില്ലാത്തത് മാത്രമല്ല, എനിക്ക് അവളെ പരിചയമില്ലായ്മ ഒന്നുമില്ല, എനിക്ക് അവളെ അറിയാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. ഇസ്മുക്കിനായില്ല,
നിൻ്റെ പേര് നായില എന്നല്ലേ? അൽ ആനിസ നായില ഫിമ അത്തഖിദ്, ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നത് അൽ ആനിസ പിന്നെ നായില, അൽ ആനിസ മിസ് അഥവാ കല്യാണം കഴിയാത്ത ഒരു പെണ്ണ് എന്നാണ് ഇവിടെ ആനിസ കൊണ്ട് ഉദ്ദേശിച്ചത്. നായില നഅം അതെ. ഉദുനുക്കൽ തഖത്തൽ ഇസ്മി ബിസുറാദ് മിൻ ഫമി സ്വദീഖി, എൻ്റെ സുഹൃത്ത് എൻ്റെ പേര് വിളിച്ചപ്പോൾ അപ്പോഴത്തേക്ക് താങ്കളുടെ ചെവി എൻ്റെ പേര് ശ്രദ്ധിച്ച് കേട്ടല്ലേ. ഇന്ന കലാഹദി ബിക്ക് ഹാദറുദ്ദഹിൻ ദാഇമൻ, എനിക്കറിയാം താങ്കൾ എപ്പോഴും നല്ല ബോധത്തോടു കൂടിയാണ് ഇരിക്കണതെന്ന്. ഫുആദ് അഹദു കബി, ഞാനുമായിട്ടുള്ള താങ്കളുടെ ബന്ധം. സുലത്തുന വസീഖത്ത് മിൻ ഖദീം, നമ്മൾ തമ്മിൽ പണ്ടേ ബന്ധമുണ്ടോ എന്നാൽ ഫുആദ് കൺഫ്യൂഷനായിട്ട് ചോദിച്ചു. മിൻ തൊറഫിൻ വാഹിദ് ഫഖത്ത്, വൺ ലൈൻ ഉള്ളി, അഥവാ ഒരാൾ മാത്രം. അഹുവ തവാദു മിൻക്, അത് താങ്കൾ ഭയങ്കര വിനയത്തോടു കൂടി പറയുകയാണെന്ത് ഒരാൾക്ക് വൺ വേ എന്ന രീതിയിൽ. ബൽ ഹഖീഖ, അല്ല സത്യമാണ്. ഇന്നക്കലം തറനി മീൻ കബിൽ വലം താരിഫിനി, താങ്കൾ എന്നെ മുമ്പ് കണ്ടിട്ടുമില്ല, താങ്കൾക്ക് എന്നെ അറിയില്ല. വലാക്കിന്നി, പക്ഷെ ഞാൻ അന റഅയ്തുക്, താങ്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. അറഫ്തുക്, താങ്കളെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഫി മുറാഫഅതിക മുഹാദറാതിക, താങ്കൾ കോടതിയിൽ കേസ് നടത്തുമ്പോൾ അതുപോലെ തന്നെ താങ്കൾ ലെക്ചേഴ്സ് എടുക്കുന്ന സമയത്തൊക്കെ ഞാൻ താങ്കളെ കാണുകയും അറിയുകയും ചെയ്തു. ലിഹാദ, അതിനാലാണെന്ത് ജിഇതു ഇലൈക്, ഞാൻ താങ്കളുടെ അടുത്തേക്ക് വന്നത്. കമാ യജിഉൽ ഇൻസാനു ഇലാ സ്വദീഖിൻ യഅരിഫുഹു, തനിക്ക് പരിചയമുള്ളൊരു സുഹൃത്തിൻ്റെ അടുത്തേക്ക് ഒരു മനുഷ്യന് പോകുന്നത് പോലെ ഞാൻ താങ്കളുടെ അടുത്തേക്ക് വന്നതെന്ന് പറഞ്ഞു. ഫുആദ് ഹാദിഹി അവൽ മറത്തിൻ അസ്മാഉ ഫിഹാ മിൻ സാഇരിൻ ലി മക്തബി ഹാദിഹിൽ കലിമാത്തുൽ കരീമ അൽ മുഷജ്ജിഅ, ആദ്യമായിട്ടാണ് എൻ്റെ ഓഫീസിൽ വരുന്ന ഒരാളിൽ നിന്ന് ഇത്തരത്തിലുള്ള വാക്കുകൾ, ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന, എൻകറേജ് ചെയ്യുന്ന വാക്കുകൾ, മുഷജ്ജിഅ എൻകറേജ് ചെയ്യുന്ന വാക്കുകൾ ഞാൻ കേൾക്കുന്നതെന്ന് പറഞ്ഞു. ലൗ അന്ന കുല്ല മുവക്കിലിൻ യുഹദ്ദിസ്നി ഹാക്കദ, എൻ്റെ അടുത്തേക്ക് മുവക്കിൽ എന്നോട് ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ വക്കീലിൻ്റെ അടുത്തേക്ക്, അഡ്വക്കേറ്റിൻ്റെ അടുത്തേക്ക് കേസ് ഏൽപ്പിക്കാൻ പോകുന്ന ആളിവിടെ മുവക്കിൽ, എൻ്റെ അടുത്തേക്ക് വരുന്ന എല്ലാ മുവക്കിലും ഇതുപോലെ സംസാരിച്ചിരുന്നെങ്കിൽ, അവല യുഹദ്ദിസ് മുവക്കിലും ഹാക്കദ, താങ്കളുടെ ആളുകൾ ഇങ്ങനെയല്ല സംസാരിക്കൽ. മാൽ അസ് ല, ഒരിക്കലും അല്ല. ഇന്നഹും ലൈസു മിസ്ലക്, അവരൊന്നും താങ്കളെപ്പോലെ അല്ല എന്ന് ഫുആദ് നായിലിനെ പറഞ്ഞു. അപ്പോൾ നായില വ ഖളായാഹും വലാ ശക്ക ലൈസത് മിസ്ല ഖളിയതി, അപ്പോൾ ശരിയാണ്. വ ഖളായാഹും, അവരിവിടെ താങ്കളുടെ അടുത്തേക്ക് ഏൽപ്പിക്കാൻ വരുന്ന കേസുകൾ, ഖളിയത്തുകൾ, ലൈസത് മിസ്ല ഖളിയതി, എൻ്റെ കേസ് പോലെ അല്ല, ഉറപ്പായിട്ടും. ലാ ശക്ക, അതിൽ സംശയമില്ല. തൊബഅൻ, അതെ അതെ, ലാ ശക്ക ഫി ദാലിക, അതിൽ സംശയമൊന്നുമില്ല. ഫിഖി എന്ന ഖളിയത്തിക്ക് സഉവല്ലിഹാ മിനൽ ഇനായ ഫൗഖ മാസ്തതി, ഫിഖി വിശ്വസിച്ചോളി, ഉറപ്പിച്ചോളി. ഇയാൾ അഡ്വക്കേറ്റല്ലേ, ഇയാൾ പറയുന്നത് അന്ന ഖളിയത്തിക്ക്, താങ്കളുടെ ഈ കേസ് സഉവല്ലിഹാ മിനൽ ഇനായ ഫൗഖ മാസ്തതി, എനിക്ക് സാധിക്കുന്നതിൻ്റെ മാക്സിമം പിന്നെ കൺസിഡറേഷനോട് കൂടിയിട്ട്, അത് പരിഗണനയോട് കൂടി ഞാൻ താങ്കളുടെ കേസ് ഏറ്റെടുത്ത് നടത്തുമെന്ന് ഇയാൾ പറഞ്ഞു. ഈ ഖളിയ മദനിയ, അപ്പോൾ താങ്കളുടെ കേസ് ഒരു ഖളിയ മദനിയാണോ? ഖളിയ മദനിയ വെച്ചാൽ എന്താ, സിവിൽ കേസാണോ? സിവിൽ കേസ് എന്ന് വെച്ചാൽ പണമിടപാടുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, സിവിൽ കേസാണോ? നായില അദുന്നുഹ മദനിയ ഹത്തൽ ആൻ, എനിക്ക് തോന്നുന്നു ഇത്രയും കാലം അത് സിവിൽ കേസായിരുന്നു. വഖത്ത് തൻഖലിബു ജിനായത്തിൽ ഫീമ ബാദ്, ചിലപ്പോൾ അത് തൻഖലിബ്, അത് മാറുമെന്ത് ജിനായ ഫീമ ബാദ്, അതൊരു ക്രിമിനൽ കേസായിട്ട് മാറിയേക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കുന്നത്. കാരണം വെച്ചാൽ മദനിയ എന്ന് വെച്ചാൽ എന്താ, വിവാഹം പോലുള്ള കേസുകളൊക്കെ മദനിയ കേസാണ്. ഇവിടെ ആഗ്രഹിക്കുന്നത് എന്താ, സിവിൽ കേസാണല്ലോ. ഇയാൾ ഉദ്ദേശിക്കുന്നത് എന്താ, ഇയാളുടെ അടുത്തേക്ക് വന്നൊരു നോർമൽ ക്ലൈൻ്റാണ് ആര്, ഈ നായില എന്ന് പറഞ്ഞത്, എന്തോ ഒരു കേസ് ഏൽപ്പിക്കാൻ. അപ്പോൾ കേസ് എന്ന് നോക്കുമ്പോൾ നായലിൻ്റെ ഉള്ളിൽ എന്താ, ഇയാളെ കല്യാണം കഴിക്കണമെന്നതാണ്. അപ്പോൾ നായൽ പറഞ്ഞത് അതുവരെ എനിക്കത് സിവിൽ കേസ് അഥവാ കല്യാണം പോലുള്ള കേസുകളാണെന്ന് തോന്നുന്നു. ഇല്ല, ചിലപ്പോൾ അതെന്തായേക്കാം, ഒരു ക്രിമിനൽ കേസ് ആയേക്കാം. വെച്ചാൽ എന്ത്, ഇവൾ ഈ കേസ് അവതരിപ്പിക്കുമ്പോൾ അയാൾ ചിലപ്പോൾ അവളെ അടിച്ചേക്കാം, അല്ലെങ്കിൽ ഇവളെ പിടിച്ച് പുറത്താക്കി, അപ്പോൾ എന്താ കേസ് ജിനായത്താകാം, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ജിനായത്താകാം എന്ന രീതിയിൽ. അൻതി ഫിഹ ബിത്തൊബി അൽ മുജിനി അലേക്ക്, അപ്പോൾ അൻതി ഫിഹ ബിത്തൊബി അൽ മുജിനി അലേക്ക്, അപ്പോൾ എനിക്ക് തോന്നുന്നു താങ്കളാണെന്ത് അതിൽ ആക്രമിക്കപ്പെട്ട വ്യക്തി, അൽ മുജിന അലേ, ജിനായത്ത് ചെയ്യപ്പെട്ട അഥവാ ആക്രമിക്കപ്പെട്ട ആൾ താങ്കളാണെന്ന് എനിക്ക് തോന്നുന്നു. അഷ്കുറു കല ഹുസ്നി വനി കബി, എന്നെക്കുറിച്ച് നല്ലത് വിചാരിച്ചതിന് താങ്ക്സ്, അഥവാ ഞാനല്ല ജാനി, ഞാനല്ല കേസ് അഥവാ കൊലപാതകി അല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്തത് ഞാനല്ല എന്ന് താങ്കൾ എന്നെ മനസ്സിലാക്കിയതിന് സന്തോഷം. അജബൻ ഹാദൽ മഹിയൻ നബിൽ മുഷ്രിഖ്, ഇത്രയും നല്ലൊരാൾ, അങ്ങനെ പിന്നെ അയാളെക്കുറിച്ച് ഞാൻ അങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെ ചിന്തിക്കുക. മഹ്ലൻ, അത് ഇന്നിലും അർത്ഥക് ബാദ് ജരീമ, ഇതുവരെ ഞാനൊരു കേസും, ജരീമത്ത് വെച്ചാൽ കുറ്റവും, ഇതുവരെ ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല. അൽഹംദുലില്ലാഹ് ഇഷ്റഹി അൽ ഖളിയ ഹത്താ അത്മൈൻ, എന്നാലും എനിക്ക് കേസ് പറഞ്ഞു തരി, ഹത്താ അത്മൈൻ, ഞാനൊന്ന് സമാധാനപ്പെട്ടു, എന്താണ് നിങ്ങളെ കേസ് എന്താണെന്ന് ഞാനൊന്ന് അറിയട്ടെ. നഅം, അതെ. ഇദാ തമ്മൽ ഇത്തിഫാഖു വുദ്ദിയൻ ബിൽ ഹുസ്ന ഫിഹ വ ഇല്ലാ ഫൈൻ
ഫഇന്നി സ ഉൻഷൈബു അൽഫാരി ഫി ഉനുഖി അൽ മുദ്ദാഇ. അതെ ഞാൻ പറയാം. ഇതാ തമ്മൽ ഇത്തിഫാഖു ഉദ്ദിയൻ, സ്നേഹത്തോട് കൂടിയിട്ട് കേസ് സോൾവ് ആയാൽ അഥവാ ഒരു എഗ്രിമെൻറ്റിൽ എത്തിയാൽ വബിൽ ഹുസ്നഫി, അപ്പോൾ അതിൽ പ്രശ്നമൊന്നുമില്ല, നല്ലതാണ്. ഇല്ല ഇനി അഥവാ സ്നേഹത്തോട് എത്തിയിട്ടില്ലെങ്കിൽ ഫഇന്നി, അപ്പം ഞാൻ സ അൻഷഇബു അൽഫാരി, ഞാൻ എൻ്റെ നഖങ്ങൾ കൊണ്ട് മാന്തും ഫി ഉനുഖിൽ മുദ്ദഅ അലൈഹി, അതിൽ വാദി അഥവാ പ്രതി മുദ്ദഅ അലൈഹി, പ്രതിയുടെ മേൽ അവൻ്റെ പെരടിയിൽ ഞാൻ എൻ്റെ നഖം ആഴ്ത്തിറക്കും എന്ന് അവൾ വെറുതെ പറഞ്ഞു, തമാശ പറയാം. ഉൻദുർ ഇലാ ഫി അൽഫാരി, എൻ്റെ നഖം നോക്ക്, അല തറാഹ മുദബ്ദബ മുർഹിഫ, കണ്ടിട്ട് നിങ്ങൾക്ക് ബേജാറാവില്ലേ ചോദിച്ചു. അപ്പോൾ അത് വാഹിക്കും ചിരിച്ചുകൊണ്ട് അറാഹ മസ്ബൂഖത്തുൻ മുഖദ്ദമ ബിദമായിൽ മുദ്ദഅ അലൈഹി, എനിക്ക് തോന്നുന്നു അറാഹ മസ്ബൂഖത്തൻ, എനിക്കതിൽ നല്ല കളറ് തോന്നുന്നുണ്ടല്ലോ, മുഖദ്ദമ ബിദമായിൽ മുദ്ദഅ അലൈഹി, മുമ്പത്തെ അല്ലെങ്കിൽ ഇതിൽ പറയപ്പെടുന്ന പ്രതിയുടെ രക്തം കൊണ്ട് കളറായ മാതിരി തോന്നുന്നുണ്ടല്ലോ എന്ന്. തമുദ്ദ അസാബി, അവളുടെ വിരലുകൾ നീട്ടി, എന്നിട്ട് പറയാം തറാദാലിക്ക് ഹക്കൻ, ശരിക്കും അങ്ങനെ തോന്നുന്നുണ്ടോന്ന്. അൻതാല കുല്ലി ഹാലിൻ ഖൈറുമയ്യ അരിഫു ഹാദ, അപ്പോൾ താങ്കളാണെന്ത്, ഇത് ശരിക്കും അറിയുന്ന വ്യക്തി താങ്കൾ തന്നെയാണെന്ന് പറഞ്ഞു. ഫുആദ് ല ഇന്നി അഖ്തത്, അല്ല എനിക്ക് തെറ്റുപറ്റിയതാണെന്ത്. അൻതില തുത്തല്ലീന അൽഫാറക ബി സിഗ്ബത്തിൻ റഹീസത്തി മിൻ ദമി ദാലിക ഷഖ്സ്, അങ്ങനെയല്ല, താങ്കൾ ഒരിക്കലും അൻതില തുത്തല്ലീന അൽഫാറക്, താങ്കളുടെ നഖത്തിൽ ബി സിബ്ഗ, കളറിടൂല, അഥവാ നഖത്തിൽ എന്താക്കില്ല നമ്മൾ സ്യൂടെക്സ് പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കില്ല. ബി സിബ്ഗത്തിൻ റഹീസത്തി മിൻ ദമി ദാലിക ഷഖ്സ്, ആ ഒരു വ്യക്തിയുടെ വില കുറഞ്ഞ രക്തം കൊണ്ട് താങ്കളുടെ നഖത്തിൽ കളറിടുമെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് എന്താക്കി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ടോപ്പാക്കി പറയാം. മിൻ ഫാദിലിക്, ശരി, അർജൂക്ക് അല്ലാ തഹീന ദാലിക ഷഖ്സ്, താങ്കൾ ഒരിക്കലും മിൻ ഫാദിലിക്, എക്സ്ക്യൂസ് മീ, അർജൂക്ക് അല്ലാ തുഹയ്യന ദാലിക ഷഖ്സ്, താങ്കൾ ഞാൻ എൻ്റെ മുദ്ദഅ അലൈഹി അഥവാ ഞാനിവിടെ പറയുന്ന പ്രതി അദ്ദേഹത്തെ താങ്കൾ വില കുറച്ച് കളയരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അർജുൻ, ഞാൻ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലാ തുഹൈന ദാലിക ഷഖ്സ്, ആ വ്യക്തിയെ വില കുറച്ച് കാണരുത് എന്ന്, നിസ്സാരവൽക്കരിക്കുകയെന്ന് വെച്ചാൽ അയാളെക്കുറിച്ച് അടിപൊളി മനുഷ്യനാണ്. ഇന്ന ഖദ്റത മിൻ ദമിഹി, അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ ഒരു തുള്ളി രക്തം പോലും അഗ്ല ഇന്ദി മിൻ അൻഫുസിൽ ജവാഹിർ, എൻ്റെ അടുത്ത് അഗ്ല വില കൂടിയതാണ്, മിൻ അൻഫുസിൽ ജവാഹിർ, നല്ല വില കൂടിയ രത്നങ്ങളെക്കാൾ എനിക്ക് പ്രിയപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ ഒരു തുള്ളി രക്തം. ഫുആദ് യാ അൽ അജബ്, ഓ എൻ്റെ ഉമ്മു, വല്ലാത്ത അത്ഭുതം തന്നെ. എന്ത് ലി ഔവലി മറത്തിൻ അറ ഹാദൽ ഉത്ഫുർ റഫീഖ് മിൻ മുദ്ദഇൻ അല മുദ്ദഅ അലൈഹി, ലി ഔവലി മറ, ആദ്യമായിട്ടാണ് എന്ത് അറ ഞാൻ കാണുന്നത്, ഹാദൽ ഉത്ഫുർ റഖീഖ്, ഇത്രയും സോഫ്റ്റ്നെസ്, ഇത്രയും സിമ്പതി, ആരോട്, മിൻ മുദ്ദഇൻ, ഒരു വാദിയിൽ നിന്ന്, അല മുദ്ദ, ഒരു പ്രതിയുടെ മേൽ, ഫി ഖളിയ, ഒരു കേസിൽ ആദ്യമായിട്ടാണ് ഒരു പ്രതി തൻ്റെ വാദിക്ക് വേണ്ടിയിട്ട് ഒരു വാദി തൻ്റെ പ്രതിയുടെ കേസിൽ ഇത്രത്തോളം കാരുണ്യം കാണിക്കുന്നത് ഞാൻ കാണുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഞായില്ല അക്സറമിന ഉത്ഫ്, വെറും സിമ്പതിയല്ല, അതിനേക്കാൾ ഇനി അഹ്മിലുലഹു കുല്ല തഖ്ദീർ വ കുല്ലൽ മഹബ്ബ വൽ അജാബ്, ഞാൻ അദ്ദേഹത്തിന് അഥവാ ആ പ്രതിക്ക് അഹ്മിലുലഹു, അദ്ദേഹത്തിന് വേണ്ടി ഞാൻ വഹിക്കുന്നുണ്ടെന്ന്, കുല്ല തഖ്ദീർ, എല്ലാ വിലയും, വ കുല്ലൽ മഹബ്ബ, എല്ലാ ഇഷ്ടവും, വലിയ അജാബ്, എല്ലാ അത്ഭുതവും, അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ ജീവിതം മൊത്തം എന്ന് പറഞ്ഞു. വൽ അലാഖ ബൈനകും, അപ്പം നിങ്ങൾക്കിടയിലുള്ള ബന്ധം ലാ തൂജദ് അലാഖ അല ഇത്ലാഖ്, സത്യം പറഞ്ഞാൽ യാതൊരു ബന്ധവും ഞങ്ങൾക്കിടയിലില്ല. വൻ നിസ, അപ്പം എന്തെങ്കിലും കച്ചറ, ലാ യുജദ് നിസ, ഒരു കച്ചറയുമില്ല ഞങ്ങൾക്കിടയിൽ, ഒരു തർക്കവും ഞങ്ങൾക്കിടയിലില്ല. പക്ഷേ അജീബ്, അത്ഭുതം തന്നെ, ഭയങ്കര വല്ലാത്തൊരു സംഗതിയാണല്ലോ. അപ്പോൾ ഇത് മഹാദിഹിൽ ഖളിയ അല്ലത്തി ലാ ലിസാ ഫിഹ ബൈനൽ ഖസ്മൈൻ വല അലാഖ ബൈന ത്രഫൈൻ, മഹാദിഹിൽ ഖളിയ, അപ്പോൾ ഇത് എന്ത് കേസാ, ലാ നിസാ ഫിഹ ബൈനൽ ഖസ്മൈൻ, രണ്ട് പ്രതികൾക്കിടയിൽ അല്ലെങ്കിൽ രണ്ട് പേർക്കിടയിൽ എന്തില്ല, അതിൽ യാതൊരു തർക്കമില്ല. തർക്കത്തിൽ നമ്മൾ പൊതുവെ അറബിയിൽ ഹസ്മു എന്ന് ഉപയോഗിക്കും കേട്ടോ, ഒരു ഭാഗം എന്നർത്ഥത്തിൽ, വല അലാഖ ബൈന ത്രഫൈൻ, അതുപോലെ തന്നെ രണ്ട് പാർട്ടികൾക്കിടയിൽ യാതൊരു ബന്ധവുമില്ല, ഒരു 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 പരസ്പര കണക്ഷനും ഇല്ല, എന്നാലും പരസ്പരം ഒരു തർക്കമില്ലാത്ത എന്ത് കേസാത്. വഹദുഹുമ യുവസ്യുൽ ആഖർ മവദ്ദത്ത് വഅത്ഫൻ വഇജാബൻ, അതോടൊപ്പം തന്നെ രണ്ടിലൊരാൾ യുവസ്യുൽ ആഖർ, മറ്റാൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുകയാണ് എന്ത്, മവദ്ദത്തൻ വഅത്ഫൻ, അതുപോലെ തന്നെ വഇജാബൻ, അവളുടെ സ്നേഹവും ഇഷ്ടവും കാരുണ്യവുമൊക്കെ. നായില ലാ തതഅബ് നഫ്സക ബഹ്സൻ, അതിനെക്കുറിച്ച് ഒരുപാട് ആലോചിച്ചിട്ട് നിങ്ങൾ വെറുതെ ബുദ്ധിമുട്ടണ്ട. ലാ തതഅബ് നഫ്സക ബഹ്സൻ ഹാദാ നൗ ജദീദ് മിനൽ ഖദായ, ഇത് പുതിയ തരം ഒരു കേസാണ്. ബിത്താക്കീദ്, ഉറപ്പായിട്ട് ശരിയാ, സത്യം. ല അസീദക് ഇളാഹ് ലാ ബഅസ മിൻ അഖൂൽ ലക ഇന്നൽ മസ്അല തതഖല്ലസു ഫി അന്ന ത്വറഫൽ അവൽ യുരീദു അൻ യബിഅ ലിത്വറഫ് സാനി. ല അസീദക് ഇളാഹ്, ഞാൻ കുറച്ചുകൂടെ വിശദീകരിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ലാ ബഅസ് മിൻ അഖൂൽ ലക്, ഞാനിങ്ങനെ പറഞ്ഞാൽ ബുദ്ധിമുട്ടില്ല. എന്ത്, ഇന്നൽ മസ്അല, ഈ കേസ്, തതഖല്ലസ്, ആ കേസ് സോൾവ് ആവും, ഫി അന്ന ത്വറഫൽ അവൽ,
മസാലയുടെ മൊത്തത്തിൽ തത്ഹലസിൻ ജലാലിൻ്റെ മൊത്തം ചുരുക്കം രത്ന ചുരുക്കം എന്താണെന്ന് വെച്ചാൽ അന്ന തൊറഫൽ അവൽ ഒന്നാം പാർട്ടി യുരീദ് അയ്യബിയ അലി തൊറഫിസാനി രണ്ടാം പാർട്ടിക്ക് വേണ്ടിയിട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് കേസിൻ്റെ രത്ന ചുരുക്കം. ഒന്നാം പാർട്ടി രണ്ടാം പാർട്ടിയെ സാധനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. ഇതൻ ഹുവ ഹുവ ഇതൻ അഖ്ദ് ബൈ. ഓക്കെ, അപ്പോൾ അത് ഒരു 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 ബൈ ആണ്, അഥവാ ഒരു വിൽപ്പന എന്താ പറയുക, ഒരു എന്ത് കോൺട്രാക്റ്റ് എന്ന് പറയാം, പരസ്പരം വാങ്ങൽ കോൺട്രാക്റ്റാണ്, വിൽക്കൽ കോൺട്രാക്റ്റാണ്, ഒരു സെയിൽ കോൺട്രാക്റ്റാണത്. തക്രീബൻ അതെ, ഏകദേശം. അക്കാർ ഔ മൻകുൽ എത്തരത്തിലുള്ള ഒരു സെയിലാണ്? അക്കാർ ഔ മൻകുൽ. അക്കാർ എന്ന് വെച്ചാൽ സ്ഥാപന വസ്തുക്കൾ, അഥവാ വീട് പോലെ മറ്റുള്ള നീക്കാൻ പറ്റുന്ന സാധനങ്ങൾ. അപ്പോൾ മൻകുൽ എന്ന് വെച്ചാൽ പരസ്പരം ഇതാക്കുന്നപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ. സ്ഥാവര ജംഗമ വസ്തുക്കൾ നമ്മൾ പറയാറില്ല, അതിൻ്റെ മലയാളമാണ്, അല്ല അതിൻ്റെ അറബിയാണ്. അല്ല അക്കാർ മൻകുൽ, അക്കാറും അല്ല മൻകൂലും അല്ല. മാഹോഷി അൽ മഅറൂദ് ലിൽ ബൈ ഇദൻ. അപ്പോൾ കച്ചവടത്തിന് വേണ്ടിയിട്ട് മഅറൂദ് എന്താ പറയുക, പ്രദർശിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ വെക്കപ്പെട്ട സാധനം എന്താ? ഹുഖൂഖ്, എന്തെങ്കിലും അവകാശങ്ങളാണ്, സർവീസുകൾ. റുബ്ബമ ചിലപ്പോഴായേക്കാം. വലാക്കിന്നഹ പക്ഷേ മഅദാലിക് ലൈസത്ത് മുജറദ് ഹുഖൂഖ്, അത് കേവലം ഹക്കുകൾ മാത്രമല്ല, അവകാശങ്ങൾ മാത്രമല്ല. അന്നഹ ഷെയ്ഉൻ അക്സർ മിൻ ദാലിക്, അതിനേക്കാൾ കൂടുതൽ ഈ കേസ് വലുതാണ്. മാതാ എന്ത്? ഹദക്കുല്ലുമായി യുബിക്കുന്ന യുബാ വൈഷ്ത്ര ഫിമാദ്ക്കുൽ. ഞാനീ പറഞ്ഞ സാധനങ്ങളാണ് വിൽക്കാനും വാങ്ങാനും, അഥവാ സെയിൽസ് കോൺട്രാക്റ്റ് നടത്താൻ പറ്റിയ സാധനങ്ങൾ, അഥവാ ഒന്നുകിൽ അക്കാറാണോ അല്ലെങ്കിൽ മൻകൂലാണോ അല്ലെങ്കിൽ ഹുക്കൂക്കുകളാണോ. ഇതൊന്നുമല്ലാണ്ട് മറ്റൊന്നും അല്ല. ഇത് മൂന്നുമല്ലാത്ത പിന്നെന്ത് ആണ് സാധനം? ഹുനാലിക ഷെയ്ഉൻ നസീത, താങ്കൾ മറന്നൊരു സാധനമുണ്ട്. ഹയാത്തുൽ ഇൻസാൻ, മനുഷ്യൻ്റെ ജീവൻ, അതാണ് ഞാൻ വെക്കാൻ പോകുന്നത്. അന്ന തറഫൽ ഔവൽ യുരീദു അൻ യബിയ ഹയാതഹു ബിസമനിൻ ബഖ്സിൻ ജിദ്ദൻ ലിത്തറഫി സാനി. അന്ന തറഫൽ ഔവൽ ഒന്നാം പാർട്ടി യുരീദു അൻ യബിയ ഹയാതഹു തൻ്റെ ജീവിതം വിൽക്കാൻ ആഗ്രഹിക്കുന്നു. ബിസമനിൻ ബഖ്സിൻ ജിദ്ദൻ വളരെ കുറഞ്ഞ വിലക്ക്. ലിത്തറഫി സാനി രണ്ടാം പാർട്ടിക്ക്. സമൻ ബഖ്സ് ജിദ്ദൻ എന്ന് വെച്ചാൽ എന്താ? വളരെ വില കുറഞ്ഞിട്ട്. ഫുആദ് മുന്തഹിഷൻ, ആകെ ബേജാറായിക്കൊണ്ട് അല്ലെങ്കിൽ വെപ്രാളപ്പെട്ടുകൊണ്ട്, നല്ല അത്ഭുതപ്പെട്ടുകൊണ്ട്, മത തക്കൂലിൻ, എന്താ ഈ പറയണത്, അല്ലേ എന്താണ് താങ്കൾ പറയുന്നത്? അക്കൂൽ ഷെയ്അൻ തബീഇയ്യൻ ജിദ്ദൻ, ഞാൻ വളരെ നാച്ചുറലായിട്ടുള്ള വളരെ പ്രകൃതിപരമായിട്ടുള്ള ഒരു സാധനമാണ്, കാലങ്ങളായിട്ട് പ്രകൃതി നടക്കുന്നൊരു സംഗതിയാണ് ഞാൻ പറഞ്ഞത്. അലൈസത്ത് ഹയാത്തി മംലൂക്കത്തുൽ, എൻ്റെ ജീവൻ എൻ്റെ സ്വത്തല്ലേ? തബഅൻ അതെ. ഇതിനൊക്കെ കുല്ലു ഷെയ് മംലൂക്ക്, അപ്പം എല്ലാ സ്വത്തുക്കളെയും പോലെ, അഥവാ അധീനപ്പെടുത്തിയ എല്ലാ വസ്തുക്കളെയും പോലെ, യുംകിനു തസറുഫ് ഫിഹ ബിൽ ബൈ ഔർ യുംകിനു തസറുഫ്, അതിന് നമുക്ക് എന്താക്കാം, കൈമാറ്റം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിന് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. ബിൽ ബൈ വിൽക്കുവാനും, വബിൽ റഹൻ അല്ലെങ്കിൽ അത് പണയം വെക്കുവാൻ, വബിൽ ഇയാറ അല്ലെങ്കിൽ അത് പിന്നെ ഔൽ ഇജാറ അല്ലെങ്കിൽ അത് പിന്നെ വാടകയ്ക്ക് കൊടുക്കാനൊക്കെ പറ്റുമല്ലോ. അങ്ങനെയൊക്കെ പറ്റുന്ന സാധനമല്ലോ. ബാക്കി ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു വീടുണ്ടാവും, വീട് എനിക്ക് വെക്കാൻ അല്ലെങ്കിൽ ഇതിനൊക്കെ അവകാശമുള്ളതുപോലെ പണയത്തിന് കൊടുക്കാനൊക്കെ അവകാശമുള്ള ഇതെന്ത് എനിക്ക് അവകാശമുണ്ടല്ലോ. കാരണം ഇതെൻ്റെ സ്വത്തല്ലേ എന്ന് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. ഫുആദ് ഇസ്മഇ ആനിസ, സിസ്റ്റർ അല്ലെങ്കിൽ എന്താ പറയുക, മിസ് പ്ലീസ് ലിസൺ എന്ന് പറയില്ല, ചുറ്റും നായില. അപ്പോൾ പറഞ്ഞ് ആനിസ് അല്ല നായില, നായില എന്നാണ്. ഓക്കെ, ആനിസ നായില, മിസ് നായില, ഇനി അറാലക്ക അഖ്ലൻ യസ്തതി യുഹ്രിജനി ഫി ദാഇറത്തി ഇഖ്തിസാസ്. ഇനി അറാലക്കി അഖ്ലൻ, താങ്കൾക്കൊരു തലച്ചോറുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. യസ്തതി യുഹ്രിജനി ഫി ദാഇറത്തി ഇഖ്തിസാസ്, ഈ ഒരു ഇങ്ങനെ അങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് കളിക്കാണ്ട് അർജു എനിക്ക് തത്രഫിഖ് ബിഹി, എന്നോട് കാരുണ്യം കാണിക്കാൻ ഞാൻ വിചാരിക്കുന്നു. വൻ തുബി അതിനെ അൻ മൻതിഖത്തി തശ്രീ വൽ ഖാനൂൻ ഫി ഹാദിഹി ശുഊൻ, ഈ വിഷയങ്ങളിലുള്ള ഈ കാര്യങ്ങളിലുള്ള നിയമവശങ്ങൾ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് എന്നോട് പറയും എന്താണ് വിഷയം എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നു. ഫഹിയ മസ്അലത്തുൻ തുർത്തഫ ഫീമ അറ, ഞാൻ വിചാരിക്കുന്നത് അത് കോടതിയിൽ പറയാൻ പറ്റുന്നൊരു വിഷയമാണ് എന്ന് തോന്നുന്നു. വതഅലു അൻ അജ്വാഇൽ ഫിഖ്ഹി വൽ ഇൽമി വൽ ഖള, നിയമത്തിൻ്റെയും സയൻസിൻ്റെയും അതുപോലെ തന്നെ ഫിഖ്ഹിൻ്റെയൊക്കെ മേലെ കിടക്കുന്ന വിഷയമാണെന്ന് തോന്നുന്നു. ഇന്നയ്ക്ക് തുരീദീന അൻ തബിഇ ഹയാതക ലിശഖ്സ്, താങ്കൾ താങ്കളുടെ ജീവിതം മറ്റൊരാൾക്ക് വേണ്ടി വിൽക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ തിൽക്ക ധർമ്മത്തിൽ കറം, അതൊരു ഒരു 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 പിന്നെന്താ പറയുക, ഔദാര്യത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ കുല്ലുമായ യഹ്മുനി, എനിക്ക് ആകെ അറിയേണ്ട സാധനം എന്താ വെച്ചാൽ അൻ ആരിഫ, കുല്ലുമായ യഹ്മുനി അൻ ആരിഫ, എനിക്ക് അറിയേണ്ട സാധനം എന്താ വെച്ചാൽ ഫിഹാദിൽ ആല ഈ വസ്തു ഈ ദാലിക ഷഖ്സ്, എനിക്ക് ആകെ അറിയേണ്ടത് മറ്റേ മനുഷ്യൻ്റെ അയാളുടെ അഭിപ്രായം എന്ത് എന്നാണ് എനിക്കറിയേണ്ടത്. നായില, അപ്പോൾ നായിലും പറഞ്ഞ എന്താ വഹാദമായ യഹ്മുനി അനായിദൻ അൻ ആരിഫ,
എൻ്റെ വിഷയം തന്നെയാണ്, എന്താണ് മറ്റാളുടെ അഭിപ്രായം എന്ന് അറിയുക എന്നത് തന്നെയാണ് എനിക്കും ഇപ്പോൾ എൻ്റെ മെയിൻ പ്രശ്നം. അപ്പോൾ ഫുആദ് ചോദിക്കുകയാണ്, അലം തഅറദി അലൈഹിൽ അപ്പോൾ താങ്കൾ അയാളോട് വിഷയം പറഞ്ഞില്ലേ? എന്നുവെച്ചാൽ കോടതി മറ്റൊന്നല്ലാണ്ട് ഒരു വ്യക്തി, അപ്പോൾ ഇയാൾക്ക് ആർക്ക് ഫുആദിന് ഇത് കല്യാണ കേസാണെന്ന് മനസ്സിലായി. അപ്പം മറ്റേ ചെങ്ങാനോട് ഇതുവരെ പറഞ്ഞില്ലെന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരീദ് റഅയക ഫി ദാലിക്, അതിൽ താങ്കളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയണം, അല്ലെങ്കിൽ സിഫിലി ഹാദ ഷഖ്സ്, എന്നാലും ആ വ്യക്തിയെക്കുറിച്ച് എനിക്ക് പറഞ്ഞുകൊണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയാണ് ഹുവ റജുലുൻ അലാ ഗായത്തി മിനൻ നബ്ലി വറുജൂലത്തി വത്തിസാഇൽ ഉഫഖ്, അയാൾ നല്ലൊരു മനുഷ്യനാണ്. അല ഗായത്തി മിനൻ നുബ്ലി വറുജൂല, നല്ല വ്യക്തിത്വമുള്ള പൗരുഷമുള്ള നല്ല വിവേകമുള്ള ബുദ്ധിയുള്ള വത്തിസാഇൽ ഉഫഖ്, അതുപോലെ തന്നെ നല്ല ചിന്താശക്തിയുള്ള ഒരു വ്യക്തിയാണത്. ഹുബിൽ ഇഖ്തിസാർ, ചുരുക്കി പറഞ്ഞാൽ റജുലു യുഅജുബുനി ഫി കുല്ലി ഷൈ, എല്ലാ കാര്യത്തിലും എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് അയാൾ. ഹത്ത എത്രത്തോളം വെച്ചാൽ ഫി ആറാഇഹി സിയാസിയ, അയാളുടെ പൊളിറ്റിക്കൽ അഭിപ്രായങ്ങളിൽ പോലും അയാളുടെ രാഷ്ട്രീയ നിലപാടുകളിൽ പോലും അല്ലത്തി അഅ്തനിഖുഹ ഇല്ലാ ലിഅന്നഹ സ്വാഇബത്തു ഫി ദാതിഹ, അതാണ് എൻ്റെ വിശ്വാസത്തിൽ അതാണ് അയാളുടെ പൊളിറ്റിക്കൽ നിലപാടെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ പോലും അയാൾ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ബൽ ലി അന്നി യഅ്തഖി ബിഹി വബിമാ യഅ്തഖി, ഒന്നുകൂടെ നന്നാക്കി പറയണേ, ബൽ മറിച്ച് ലി അന്നി യഅ്തഖി ബിഹി, ഞാൻ അയാളെ വിശ്വസിക്കുന്നു, വബിമാ യഅ്തഖി, അയാൾ വിശ്വസിക്കുന്ന സംഗതികളിലും, അന്നഹു സൂറത്തുൽ മുസ്ല ലിസൗജില്ലദി ഉരീദു, അയാളാണെന്ത് ഞാൻ എൻ്റെ ഭർത്താവായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ്റെ അസൂറത്തുൽ മുസ്ല, നല്ലൊരു എക്സാമ്പിൾ എന്ന് പറയാൻ പറ്റുന്നത് അയാളാണ് എന്തിനായാലും. ഫുആദ് വമാ റഅയു ഫി മൗഖിഫിക്കി ഹാദ മിൻ, അപ്പോൾ താങ്കളുടെ ഈ അഭിപ്രായത്തോട് അയാളുടെ നിലപാടെന്താ എന്ന് ചോദിച്ചു. ഖുൽതുലക്, ഞാൻ താങ്കളോട് പറഞ്ഞില്ലേ, അന്നഹു ലാ യഅരിഫു ഷൈഅൻ അന്നി, അയാൾക്ക് എന്നെക്കുറിച്ചൊന്നും അറിയില്ല, വല അൻ ശുഊരി നഹ്വ, അയാളോടുള്ള എൻ്റെ ഈ ഫീലിങ്ങളെ കുറിച്ചിട്ട് അയാൾക്കൊന്നും അറിയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഫുആദ്, ഇന്നക്ക് സതുവഖീന സ്വദരി, താങ്കൾ എൻ്റെ ഹൃദയത്തെ ഭയങ്കര ഇടങ്ങാറാക്കാം. അപ്പോൾ തുമസ്സിലീനി ഗൈദ മിൻ ദാലിക്കൽ ഗാഫിൽ മഹ്ഫൂം, ആ മനുഷ്യനെ കുറിച്ചിട്ട് എൻ്റെ ഉള്ളിൽ വല്ലാത്ത കോപം ഉണ്ടാക്കുകയാണ്. ദാലിക്കൽ ഗാഫിൽ മഹ്ഫൂം, ആ അശ്രദ്ധനായിട്ടുള്ള ചെങ്ങായിനെ പറ്റിയിട്ട് താങ്കളിങ്ങനെ ഇത്രയും നല്ലൊരാൾ വന്നിങ്ങാണ്ട് അയാളെ ഇഷ്ടമാണ്, എന്നിട്ട് അയാൾക്കത് അറിയില്ലേ? എനിക്ക് അയാളെ കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരുന്നതാര് പറഞ്ഞു? ഫുആദ് പറഞ്ഞു, മാ അക്സറു നാഇമീൻ അല്ലദീന തസ്ഖത്ത് അലാ റൂസിഹിം നഅമ വഹും ലാ യശ്ഉറൂൻ, മാ അക്സറു നാഇമീൻ, എത്രങ്ങാനും ഉറങ്ങുന്ന മനുഷ്യന്മാരാണ്, അല്ലദീന തസ്ഖത്ത് അലാ റൂസിഹിം നഅമ, തലക്ക് മുകളിൽ അനുഗ്രഹങ്ങൾ ചൊരിയുമ്പോഴും വഹും ലാ യശ്ഉറൂൻ, അവർക്കത് ഫീൽ ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ എത്ര മനുഷ്യന്മാരാണെന്നാരും ഇയാൾ ഈ നായില ഇഷ്ടപ്പെടുന്ന വ്യക്തിയെക്കുറിച്ചിട്ട് പറഞ്ഞു. നായില തൽഹക്, നായില ചിരിച്ചു. തൽഹക്കീൻ, ചിരിക്കുക നായില. ഇതാ ഖദറലക്കാൻ തുഖാബിൽ ഹദർ റജുൽ ഫമാദാ അൻത ഖായിലു ലഹു, നായില ഇയാളെ ചോദിച്ചു, ഇതാ ഖദറലക്കാൻ തുഖാബിൽ ഹദർ റജുൽ, ആ മനുഷ്യനെ താങ്കൾക്ക് കാണാൻ ചാൻസ് കിട്ടിയാൽ, അൻത ഖായിൽ മാദാ അൻത ഖായിലു ഫമാദാ അൻത ഖായിലു ലഹു, താങ്കൾ അയാളോട് എന്ത് പറയും? ഫുആദ് അൽ അജ്ദർ അൻ തഖൂലി, നല്ലത് നിങ്ങൾ തന്നെ പറയും, ഇത് തന്നെ പറ. മാതാ അൻത സ്വാനിയല്ലോ, അയാളെ നീ എന്താക്കും? ഈ നിൻ്റെ ഇഷ്ടം മനസ്സിലാക്കാൻ പറ്റാത്ത ആ മനുഷ്യനെ നിൻ്റെ മുന്നിൽ കിട്ടിയാൽ നീ എന്ത് ചെയ്യുന്നു വെച്ചു. ഇന്നൽ കലിമാത്ത് അലാ തൂഖിലു മിസ്ല ഹദർ റജുൽ, ഇത്തരത്തിലുള്ള മനുഷ്യന്മാരോട് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നൽ കലിമാത്ത് അലാ തൂഖിലു ഹദർ മിസ്ല ഹദർ, ഇതുപോലത്തെ മനുഷ്യന്മാരെ വാക്കുകൾ എന്താക്കൂല, സംസാരം എഴുന്നേൽപ്പിക്കൂല. അപ്പോൾ ഇയാളുടെ ഒന്നും വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ വല്ലാത്ത പറയില്ല, അതിൻ്റെ വേറൊരു അറബി സ്റ്റൈൽ. അപ്പം നായില അള്ളാഹിക്കത്, നായില ചിരിച്ചുകൊണ്ട് പറയാണ്, ലാ തൻഖും അലൈഹി കുല്ല ഹാദിഹി നഖമ, അയാളോട് ഇത്രത്തോളം ദേഷ്യം പിടിക്കല്ല. ഇന്നഹു മഅദൂർ, അയാളൊരു പാവാണ്, അയാൾക്ക് അയാളുടേതായിട്ടുള്ള ഉദുറുകൾ, അഥവാ അയാൾക്കുള്ള എക്സ്ക്യൂസുകളുണ്ട്. ഫുആദ് മഅദൂർ, അയാൾക്കെന്ത് എക്സ്ക്യൂസ്? യുദ്ഹിഷിനി അനക തുദാഫി ഐനി അൻഹു ദായിമൻ, എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നത്, യുദ്ഹിഷിനി എന്ത്, അന്നക്ക് തുദാഫി ഐന അൻഹു ദായിമൻ, എപ്പോഴും നിങ്ങൾ അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യണമല്ലോ. വ തുഹീത്തിനിഹി ബിസിയാജി മിൻ അദ്ഫിക റിഖത്തിക്, താങ്കളുടെ സിമ്പതി കൊണ്ടും അതുപോലെ കാരുണ്യം കൊണ്ടും താങ്കൾ അയാൾക്ക് മേൽ ഒരാവരണം പൊതിഞ്ഞിട്ടുണ്ടല്ലോ. എനിക്ക് അയാളെക്കുറിച്ച് മോശമായിട്ട് പറയുമ്പോഴത്തേക്ക് താങ്കൾ അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യണമല്ലോ, എനിക്കത് മനസ്സിലാവുന്നില്ലല്ലോ. അതാ വാജിബി, അതിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇനി ഒരു അദ്ദേഹു ഹയാത്തി, ഞാൻ അയാൾക്ക് എൻ്റെ ജീവിതം തന്നെ കൊടുക്കാൻ തയ്യാറായതല്ലേ. ലി തക്കൂന ലഹു സയ്യാജിൻ യഹ്മി ഹയാജു, അയാളുടെ ജീവിതം യഹ്മി സംരക്ഷിക്കുന്ന ഒരു സയ്യാജ്, ഒരു കവചമായിട്ട് ഞാൻ മാറാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവിതം തന്നെ അയാൾ കൊടുക്കല്ലേ. അപ്പോൾ അയാളെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യില്ലേ. കദാലിക സയ്യാജ് മിൻ ഗാബ് അല്ലദി തുഹാതു ബിഹി സഹ്റാൻ നാദിറ ലിതഖീഹ ഗവായിൽ ഷിത, അങ്ങനെയല്ല, എന്ത് തണുപ്പിൻ്റെ പ്രശ്നങ്ങൾ അതിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കപ്പെടുന്ന പിന്നെ മിനൽ ഗാബ് എന്ന് വെച്ചാൽ ചണത്തിൻ്റെ വസ്ത്രങ്ങൾ അതല്ലേ ചെയ്യാറ്. ഫുആദ് ലഅനത്തുല്ലാഹി അലൈഹി,
പടച്ചോൻ അയാളെ ഇതാക്കട്ടെ എന്ന് പറഞ്ഞു. ലാ തസുബുഹു മിൻ ഫദ്ലിക്, നിങ്ങൾ അയാളെക്കുറിച്ച് മോശമായിട്ട് പറയരുത് കേട്ടോ, അയാളെ വെറുതെ ആക്ഷേപിക്കരുതേ. സാമിഹ്നി ആനിസജി, സോറി മിസ് അല്ലെങ്കിൽ എക്സ്ക്യൂസ് മി എന്ന് പറഞ്ഞു, പൊന്നു പെങ്ങളെ സോറി എന്ന് പറയുക, ആ രീതി പറയാം. ലൈസമിൻ ആദിത്യ സിബാബ്, ഞാൻ സാധാരണ ആരെയും ചീത്ത പറയാറില്ല. വലാക്കിൻ, പക്ഷേ ലിസാനി സല്ല അനിർ റഹ്മി മിന്നി, ഞാൻ ആഗ്രഹിക്കാതെ തന്നെ എൻ്റെ നാവ് സ്ലിപ്പായി പോയതാണ്, മനസ്സിലുള്ള കോപം അറിയാണ്ട് തെറിയായിട്ട് വന്നു പോയതാന്ന് പറഞ്ഞു. നാല വൻത അലം യക്കാലഹു ലക്ക മിസ്ലഹാദ വൻത്, അപ്പോൾ നിങ്ങൾക്ക് അലം യക്കാലൊക്കെ മിസ്ലഹാദ, ഇതുപോലെ താങ്കൾക്ക് സംഭവിച്ചിട്ടില്ല, ഇതുപോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. മിസ്ലഹാദൽ ഹദ്, ഇതുപോലത്തെ ഭാഗ്യമോ? ഏയ്. വമൻ ഖാലക്, ആരാ താങ്കളോട് പറഞ്ഞത് ഇന്നി മിൻ അസ്ഹാബിൽ ഹുദൂർ, എനിക്ക് നല്ല ഭാഗ്യമുള്ള വ്യക്തിയാണ് ഞാനെന്ന്. ഔ മിൻ അഹ്ലിൽ ഹുദൂ അലദ നിസ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ അടുത്ത് ഭാഗ്യമുള്ള വ്യക്തിയാണ് ഞാനെന്ന് ആരാ പറഞ്ഞത്? അന റജുലുൻ ലാ അരിഫു ഗൈറ അമലി, എനിക്ക് എൻ്റെ ജോലി അല്ലാത്ത മറ്റൊന്നും അറിയാത്തൊരു വ്യക്തിയാണ് ഞാൻ. വല അൽതഫിദ് ഇലാ ഗൈറ ഹദ്ഫി അല്ലദി അർമി ഇലഹി, ഞാൻ ലക്ഷ്യം വെക്കുന്ന ഹദഫ്, എൻ്റെ ലക്ഷ്യസ്ഥാനമല്ലാണ്ട് മറ്റൊന്നിലേക്കും ലാ അൽതഫിദ്, ഞാൻ തിരിഞ്ഞു നോക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ. നാല് ഹദ സ്വഹി, ശരിയാ. സ്വാഇദുൽ മജിദ് ലാ അൽതഫിദ് ഇലാ സ്വൈദി നിസ, സ്വാഇദുൽ മജിദ് നോട്ടം വെച്ചിരിക്കുന്ന ആളുകൾ, തേടുന്ന ആളുകൾ, ലാ അൽതഫിദ് ഇലാ സ്വൈദി നിസ, സ്ത്രീകളെ വേട്ടയാടാൻ ശ്രമിക്കൂല. മജിദിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ സ്ത്രീകൾക്ക് വേണ്ടി തങ്ങളുടെ സമയം കളയൂല എന്ന് പറഞ്ഞു. ഫുആദ് ഇന്നി അസിറു ഫി ത്വരീഖി മഅസൂബുൽ ഐനൈൻ കഹിസാനിൻ മഷ്ദൂദ് ഇലാ മർക്കബിഹി മസിറ, ഇന്നി അസിറു ഫി ത്വരീഖി, ഞാൻ എൻ്റെ വഴിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. മഅസൂബുൽ ഐനൈൻ, കണ്ണുകൾ മൊത്തം കെട്ടിവെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ദിശയിലേക്ക് മാത്രമേ കൊണ്ട്, കഹിസാനി മഷ്ദൂദ് ഇലാ മർക്കബതി മസിരി, തൻ്റെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് മാത്രം കണ്ണുകൾ ആക്കി വെച്ച കുതിരയെ പോലെ. കുതിര കണ്ടില്ല, ചില സമയത്ത് അതിൻ്റെ കണ്ണുകൾ എന്താക്കും, കവർ ചെയ്യും, കാരണം അതിന് മുന്നിലേക്ക് മാത്രം കാണാൻ, സൈഡൊക്കെ കണ്ടാൽ ചിലപ്പോൾ അത് ബേജാറാകും, പ്രത്യേകിച്ച് യുദ്ധത്തിലൊക്കെ. അപ്പോൾ മുൻപത്തേക്ക് മാത്രം കാണാൻ വേണ്ടിയിട്ടാണ് കുതിരൻ്റെ കണ്ണുകളാണ്. ഇതുപോലെ ഞാനും ലക്ഷ്യം മാത്രം മുന്നിൽ വെച്ച് പോകുന്ന ഒരു കുതിരയെ പോലെയാണ് ഞാനെന്ന് പറഞ്ഞു. ലാ വക്ത ഇന്ത്യൻ ഇന്നവരി ഫി അംരി, എൻ്റെ കാര്യത്തിൽ പോലും നോക്കാൻ എനിക്ക് സമയമല്ല. വല ഹക്കലി ഫിൽ വഖൂഫ് ലിൽ ബഹ്തി അൻ ഹനാഇ ഔ തആസുഖി, എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ എൻ്റെ ഇഷ്ടങ്ങളും മറ്റൊന്നും സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോലും എൻ്റെ അടുത്തൊന്നുമില്ല. ലാ ഹക്കലി ഫിൽ വഖൂഫ് ലിൽ ബഹ്ത്, അന്വേഷിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അവകാശമില്ല, അഥവാ എൻ്റെ അടുത്ത് സമയമില്ല. നായില ലാബുദ്ദ മിൻ ഇമ്രാത്തിൻ തഹ്ബിദു അലൈക്ക്, താങ്കളുടെ മേലൊരു സ്ത്രീ എന്തായാലും വീഴും. അപ്പോൾ തംസുഖ് ബി ജമാമിക്, താങ്കളുടെ പുറത്തൊരു സ്ത്രീ എന്തായാലും കയറേണ്ടി വരും. തഹബ് താങ്കളുടെ പുറത്ത് കയറിയിട്ട്, അപ്പോൾ തംസുഖ് ബി ജിമാമിക്, താങ്കളുടെ കടിഞ്ഞാണ് അപ്പോൾ പിടിക്കൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ തുരീഹ കലഹദൻ, താങ്കൾക്ക് കുറച്ച് സമയം റെസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ തസ്മഹ അൻകൽ ഇർഖ്, അപ്പോൾ തംസഹ അൻകൽ ഇർഖ്, അതുപോലെ തന്നെ താങ്കളുടെ വിയർപ്പ് തുടച്ചു തരാനും വേണ്ടിയിട്ട്. അപ്പോൾ തുഖദിമു ഇലൈ ഖലീല മിനൽ മാ, കുറച്ച് വെള്ളം താങ്കൾക്ക് തരാൻ വേണ്ടിയിട്ട്. ഹഫ്നത മിന സുക്കർ, കുറച്ച് പഞ്ചസാര അല്ലെങ്കിൽ പഞ്ചാര, സ്നേഹവും താങ്കൾക്ക് തരാൻ വേണ്ടിയിട്ട്. സുക്കറിൻ്റെ ഇവിടെ പഞ്ചസാര, താങ്കൾക്ക് കുറച്ച് പ്രണയവും അല്ലെങ്കിൽ ഇഷ്ടവും തരാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ താങ്കളുടെ പുറത്ത്, അഥവാ താങ്കൾ കുതിരയെ പോലെയാണ് അവളെ പറഞ്ഞത്, അപ്പോൾ താങ്കളുടെ പുറത്ത് കയറാൻ നിർബന്ധമാണെന്ന് പറഞ്ഞു. സുമ തർക്കുബിനി ബാധാലിക്ക്, അതിന് ശേഷം എന്നിട്ട് എൻ്റെ പുറത്ത് കയറും അല്ലേ. ഇതാ കാനത്ത് ഇമ്രാത്തുൽ ഫാദില, അപ്പോൾ ഇയാളുടെ പേടി എന്ന് വെച്ചാൽ ഞാനങ്ങനെ താന്നു കൊടുത്താൽ പിന്നെ അവൾ എൻ്റെ പുറത്ത് കയറും, പിന്നെ അവൾ എന്നെ നിയന്ത്രിക്കും അല്ലേ, അതിന് വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറയാനല്ലേ, ഇതാ കാനത്ത് ഇമ്രാ ഫാദില, അവൾ നല്ല സ്ത്രീയാണെങ്കിൽ ഫഹിയ താരിഫ്, അവൾക്കറിയാമെന്ത് അന്നക ജവാദുൽ ലൈസലി റുക്കൂബിഹ, അവൾക്ക് കയറാനുള്ള ഒരു കുതിരയല്ല താങ്കൾ, മറിച്ചെന്തിനാ ലി ഹംലി അസ്കാൽ വ അബ വ തഅബാദ് അഹമു മിൻഹ വ അൻഫഅദ, മറിച്ച് ലി ഹംലി അസ്കാൽ വ അബ, പ്രയാസങ്ങളും ഭാരങ്ങളും, വ തഅബാദ് അതുപോലെ തന്നെ തബിഅത്ത്, അതുപോലെ തന്നെ ക്ഷീണങ്ങളും, ഈ സാധനങ്ങൾ അവളുടെ പ്രയാസങ്ങളൊക്കെ വഹിക്കാനുള്ള വ്യക്തിയാണ് താങ്കൾ എന്ന് വെച്ചാൽ. അതൊക്കെയാണെന്ത് അഹമു മിൻഹ വ അൻഫഅദ, അതൊക്കെ പ്രധാനമാണ് എന്നും അൻഫ വാദം, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ ഉപകാരപ്പെടുന്ന സാധനമാണ് എന്ന് നല്ലൊരു പെണ്ണാണ് താങ്കളുടെ പുറത്ത് കയറാൻ പോകുന്നത്, അല്ലെങ്കിൽ താങ്കളുടെ കൂടെ വരാൻ പോകുന്നതെങ്കിൽ അവർക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഫാദ് പറയാ ഹാദിഹിൽ മർ അൽ ഫാദില അലാ തഹബുത്ത് അലാ മിസ്ലി, അപ്പം ഇങ്ങനത്തെ നല്ല സ്ത്രീകൾ, അഥവാ നാലിനെ കുറിച്ച് പറയാം, ഇങ്ങനത്തെ നല്ല സ്ത്രീകളെ ലാ തഹബുത്ത് അലാ മിസ്ലി, എന്നെപ്പോഴത്തെ മനുഷ്യന്മാർക്ക് കിട്ടുമല്ലോ, നാലിൻ്റെ മനസ്സിൽ വേറെ ഏതോ ചെങ്ങായാണല്ലോ. ബൽ തഹബുത്ത് അലാ മിസ്ല ദാലിക റജുലുൽ ഖാഫിൽ അന്നായിബ് അല്ലദി ലാ യദ്രി വലാ യശ്ഉർ, ഒന്നും അറിയാത്ത ഒന്നും ഫീൽ ചെയ്യാത്ത ആ ചെങ്ങൈനെ പോലത്തെ, ആ ഉറങ്ങുന്ന അശ്രദ്ധനായിട്ടുള്ള വ്യക്തിയെപ്പോലത്തെ മനുഷ്യന്മാർക്കല്ലേ ഇതുപോലത്തെ നല്ല സ്ത്രീകൾ പോവുള്ളൂ, അവരെല്ലാം നോക്കോളുമെന്ന് നായലിനെ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ നായല ചിരിക്കുകയാണ്. ലസ്തദ്രി മല്ലദി യുദഹിക്കു ഹാദ, അപ്പോൾ ഇയാൾ ചോദിക്കുക എനിക്കറിയില്ല മല്ലദി യുദഹിക്കു ഹാക്കദ, ഇങ്ങനെ ചിരിക്കാൻ മാത്രം എന്താ, താങ്കൾ എന്താണ് ഇങ്ങനെ ഞാൻ പറഞ്ഞത് ചിരിപ്പിച്ചതെന്ന് ചോദിച്ചു. അൽഹഖ്ലി അന്നി അത്തഖയ്യലുൽ അഹ്ലാ അല്ലത്തി സതഅരിഫു ഫിഹാ ഹദർ റജുൽ, അൽഹഖ് ഞാൻ ചിരിക്കുന്നത് ലി അന്നി അത്തഖയ്യലുൽ അഹ്ലാ അല്ലത്തി
ഞാൻ ആ സമയം ചിന്തിച്ചു പോയതാ, ആ തഖയ്യൽ ഞാൻ ആലോചിച്ചു പോയതാ. ഏത് അല്ലഹ്ല അല്ലത്തി സതാരിഫ് ഫിഹ ഹദ റജുൽ, ആരാണ് വ്യക്തി എന്ന് താങ്കൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന സമയത്തെക്കുറിച്ച് ഞാനിങ്ങനെ ആലോചിച്ചു പോയതാണെന്ന്. ലാ ഉരീദു അൻ അതശറഫ ബി മാരിഫത്തി ഹദ്റത്തി, ആ ചെങ്ങായിനെ അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് വലിയ നിർബന്ധമില്ല, ഞാൻ അയാളെക്കുറിച്ച് അറിയൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അവൻ അയാൾ സിഖ് അന്നഹുല ദമ്പലോ, വിശ്വസിച്ചോ ആ ചെങ്ങായി ഒരു തെറ്റും ചെയ്തിട്ടില്ല, അല്ല ദമ്പലോ അയാൾക്കൊരു തെറ്റില്ല. വലിമാതല തക്കൂൽ അന്നഹു മിസ്ലക്, താങ്കളെന്താ മനസ്സിലാക്കാത്തത്? വലിമാതല തക്കു, താങ്കളെന്താ അങ്ങനെ പറയാത്തത്? അന്നഹു മിസ്ലക്, അയാളും താങ്കളെ പോലെ ആയിരിക്കും. യസീർ മഅസൂബൽ ഐനൈൻ, കണ്ണുകൾ മൊത്തം ഒരു ദിശയിലേക്ക് മാത്രമാക്കി വെച്ചിട്ട് ഖാരിക്കൻ ഫി അഷ്ഖാലി, തൻ്റെ ജോലിയിൽ മാത്രം മുഴുകി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അയാളെങ്കിലോ ഹായിമൻ ഫി ആഫാഖി, തൻ്റെ ചക്രവാളങ്ങളിൽ പിന്നെ പാറിപ്പറക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ മൻകാന ഫി മിസ്ലി ഹാലിഹി അലൈന, അതുപോലത്തെ അവസ്ഥയിലുള്ള മനുഷ്യന്മാരുടെ മേൽ അലൈന നമുക്കെന്താക്കണം, നഹ്നു അൻ നറാ ലഹു, നമ്മൾ അദ്ദേഹത്തെ കാണുകയും വൻ നഹ്തു നഹ്വഹു വനദഹബുലൈ, അയാളുടെ അടുത്തേക്ക് നമ്മൾ നടക്കുകയും വനദഹബുലൈ, അയാളുടെ അടുത്തേക്ക് നമ്മൾ പോവുകയും വേണം. അങ്ങനത്തെ മനുഷ്യന്മാർ നമ്മളെ കാണൂല, അപ്പോൾ നമ്മൾ അയാളുടെ അടുത്തേക്ക് പോകണം. അപ്പോൾ പറയണത് താങ്കൾ പറയില്ല താങ്കൾ സ്ത്രീകളെ ശ്രദ്ധിക്കാറില്ലാന്ന്, അതുപോലത്തെ ഒരു വ്യക്തിയാണെങ്കിലോ ഇയാൾ പിന്നെ എന്തിനാ താങ്കൾ അയാളെ കുറ്റം പറയണമെന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ ഫുആദ് ചോദിക്കാം തദ്ഹബീ, താങ്കൾ അയാളുടെ അടുത്തേക്ക് പോകണോ നൈല എന്ന് ചോദിച്ചു. നൈല പറഞ്ഞത് ലാ യൂജദ് ഹൽ ആഖർ, വേറൊരു വഴിയുമില്ല, വേറൊരു ഹല്ലും ഇല്ല. ഹല്ല് എന്ന് വെച്ചാൽ വേറൊരു പിന്നെ പരിഹാരമില്ല. ബി ഗൈരി ഹാദ, ഇതല്ലാണ്ട് സൈബക്ക അബദ ദഹർ മഷ്തൂദൻ ഇലാ മസിരി, സൈബക്ക അബദ ദഹർ, അയാൾ കാലാകാലങ്ങളോളം അങ്ങനെ തന്നെ നിൽക്കും. ഇങ്ങനെ മഷ്തൂദൻ ഇലാ മസിരി, തൻ്റെ വഴിയിലേക്ക് മാത്രം കെട്ടപ്പെട്ടതായിട്ട് വെച്ചാൽ തൻ്റെ ലക്ഷ്യങ്ങൾ മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് അയാൾ അങ്ങനെ കിടക്കും. കമാ കുൽത്ത് അൻതലാൻ, താങ്കളിപ്പോൾ പറഞ്ഞതുപോലെ ലാ അമല ഫി അയ്യബ്ഹസ അൻ ഹനാഇ റാഹത്തി, തൻ്റെ റാഹത്തിനെ പറ്റിയിട്ടോ മറ്റൊന്നും അതിനെക്കുറിച്ചിട്ടൊന്നും ചിന്തിക്കാൻ ഒരു സമയമില്ലാത്ത പോലെ. ഫുആദ് ലാ ഉവാഫിഖ് വലാ ദിഹാബിക്കലേ, നിങ്ങൾ അയാളുടെ അടുത്തേക്ക് പോകണം എന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. ലാ ഉവാഫിഖ്, ഞാൻ യോജിക്കുന്നില്ല പറഞ്ഞു. ലിമല, എന്തുകൊണ്ട്? ഫുആദ് അഖാഫ് അലൈക്ക് മീൻ, നിങ്ങളെ കേസ് തൻ്റെ അഥവാ നൈല നിൻ്റെ കേസിൽ എനിക്കെന്തോ ബേജാറ്, എനിക്ക് പേടിയാണ്. ഖദ് യസി ഇസ്തിഖ്ബാലക് ഔ യസ്തി ഇഹ്സാസക്, ഖദ് യസി ഇസ്തിഖ്ബാലക്, അയാളെ കണ്ടുപിട്ടിയാൽ ചിലപ്പോൾ അത് മോശമായേക്കാം, അയാൾ നെഗറ്റീവ് മോശം പറഞ്ഞാലോ. ഔ യസ്തി ഇഹ്സാസക്, അല്ലെങ്കിൽ താങ്കളുടെ ഇഷ്ടത്തെ അതെന്താക്കിയാൽ തകർത്തേക്കാം. കൊൽത്തുലക്, ഞാൻ താങ്കൾ പറഞ്ഞില്ലേ അന്നഹുഫി ഖായത്തി റുജുല വ ഷഹാം, അയാൾ നല്ല പൗരുഷമുള്ള നല്ല മാന്യതയുള്ള വ്യക്തിയാണെന്ന്. ഇന്നഹു ല യഫ്അൽ ദാലിക്, അയാൾ ഒരിക്കലും അത് ചെയ്യൂല. അപ്പോൾ മാതാ സതഖുലിൻ ലഹു, അപ്പോൾ നൈല നീ അയാളോട് എന്താ പറയാമെന്ന് ചോദിച്ചു. അരീനി കൈഫസത്ത അർദീനൽ അംറ അലൈ, അരീനി എനിക്ക് കാണിച്ചുകൊണ്ടാ കൈഫസത്ത അർദീന അംറൽ അലൈ, അയാളോട് എങ്ങനെയാണ് നീ വിഷയം അവതരിപ്പിക്കാൻ പോകുന്നതെന്ന് എനിക്ക് പറഞ്ഞുകൊണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ നൈല പറഞ്ഞത് عفوا അപ്പോൾ ഫുആദ് പറഞ്ഞത് മാതാ സതഖുലി ലഹു അരീനി കൈഫ സതഅർദീന, അയാളോട് എങ്ങനെയാണ് കാര്യം പറയാമെന്ന് എനിക്ക് കാണിച്ചത്. അപ്പോൾ നൈല പറഞ്ഞു അദ്ഹബു ഇലൈഹി ഫി മഹല്ലി അമലി, ഞാൻ അയാളുടെ ജോലി സ്ഥലത്ത് പോകും. മാതാ യഅമലു ഹാദ റജുൽ, അയാൾ എന്താ ചെയ്യുന്നത് ചോദിച്ചു ഫുആദ്. നൈല അന്നഹു അയാൾ ഡോക്ടറാണ്, അങ്ങനെ പറഞ്ഞിപ്പിച്ചു. തദ്ഹബീന ഇലൈഹി ഇദൻ ഫി അയാദതി, അപ്പോൾ അയാളുടെ ക്ലിനിക്കിലേക്കാണ് നീ പോവുക? നഅം, അതെ. വസദഅലു അലൈഹി ഫഅജിദുഹു ജാലിസൻ ഹക്കദാ മിസ്ല, എന്നിട്ട് ഞാൻ അയാളുടെ ക്ലിനിക്കിലേക്ക് വന്നിട്ട് അയാളുടെ അടുത്ത് ഇരിക്കുന്നത് പോലെ ഇരിക്കും. ഫാഖുൽ ലഹു, എന്നിട്ട് ഞാൻ അയാളോട് പറയും നഹാറുക സഈദ് യാ ദക്തൂർ, ഗുഡ് ഡേ ഡോക്ടർ എന്ന് പറയും, ഗുഡ് ഈവനിങ് എന്ന് പറയും. ഫയുജീബിനി, അപ്പോൾ അയാൾ എന്നോട് പറയുന്നത് ഫയുജീബിനി, അപ്പോൾ ഡോക്ടർ എന്നോട് പറയും. എന്നിട്ട് അയാൾ അങ്ങനെ സ്റ്റോപ്പ് പറയും കും അൻത ബി തംസീലി ദൗരി, എന്നൊരു കാര്യം ചെയ്യും, ആ ഡോക്ടറുടെ റോള് നീ ചെയ്യും എന്നാല് അതിനോട് പറഞ്ഞു. ആ ഡോക്ടറെ പോലെ നിങ്ങൾ അഭിനയിക്കുന്നു പറഞ്ഞു. ഞാൻ പറയാം, ഞാനിങ്ങനെ പ്രപ്പോസ് ചെയ്യാൻ പോവാം, അപ്പം താങ്കൾ ഡോക്ടറായിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞു. ഫുആദ് യത്തഹിദു ഹൈഹദ തംസീൽ, അയാൾ ഓക്കെ അഭിനയിക്കാനുള്ള അഭിനയിക്കാൻ വേണ്ടി തയ്യാറായി. നഹാറുക്ക് സഈദ് യാ ആനിസ നൈല, ഗുഡ് ഡേ യാ ആനിസ നൈല എന്ന് പറഞ്ഞു. മിസ് ആനിസ, ഡോക്ടർ ആയിട്ട് ഇയാൾ പറയണത് ഗുഡ് ഡേ. അപ്പോൾ നൈല കൊൽത്തുലക്കി ഇന്നഹു ല യാരിഫു ബഅദ് ഇന്ന ഇസ്മി നൈല, ചെങ്ങായി ഞാൻ പറഞ്ഞില്ല അയാൾക്ക് എൻ്റെ പേരറിയില്ല, പിന്നെ എന്തിനാ ഡോക്ടറായിട്ട് അഭിനയിക്കുമ്പോൾ അയാൾ എൻ്റെ പേര് വിളിച്ച് അഭിവാദം ചെയ്യുന്നത് പോലെ പറഞ്ഞത്. ഹത്ത ഹദല യാരിഫ്, നിങ്ങളെ പേര് പോലെ അയാൾക്ക് അറിയില്ലെന്ന് ചോദിച്ചു. അപ്പോഴാണിത് ഇയാൾക്ക് വീണ്ടും കൺഫ്യൂഷൻ. തബഅൻ, അതെ. ഇന്നി സഅദ്ഹബു ബി അത്തിബാരി
തബാൻ അതെ. ഇന്നി അദ്ഹബു ബി അത്തിബാരി, ഞാൻ അയാളുടെ അടുത്തേക്ക് പോക്ക് എങ്ങനെയായിരിക്കും? ജബൂൻ, ഒരു പേഷ്യൻ്റ് ജബൂൻ, അതായത് അയാളുടെ ഒരു 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 പിന്നെ ജബൂൻ, ഒരു കസ്റ്റമറായിട്ട്, അഥവാ അനി മരിയത ജദീദ, പുതിയൊരു രോഗിയായിട്ടാണ് ഞാൻ അയാളുടെ അടുത്തേക്ക് പോവാം. ഫൽ മുസ്ലിമില്ലാവും, എന്നാൽ നമുക്ക് ഫസ്റ്റ് മുതൽ ഒന്നുകൂടെ അഭിനയിച്ച് നോക്കാൻ പറഞ്ഞു. നഹാറുഖ് സയ്യിദ് യാ ദക്തൂർ എന്നായിരുന്നു നായിൽ പറഞ്ഞു. അപ്പോൾ ഫുവാദ് ഡോക്ടറുടെ റോൾ പറയണത് നഹൂറക്ക് സയ്യിദ് യാ അനിസ, ഗുഡ് ഡേ മിസ് എന്ന് പറഞ്ഞു നായില. അപ്പോൾ നായില പറഞ്ഞത് നായില, എൻ്റെ പേര് നായില എന്നാണ്. മുമസ്സിലൻ, അപ്പോൾ ഫുവാദ് മുമസ്സിലായിക്കൊണ്ട് അഥവാ അഭിനയിച്ചുകൊണ്ട് പറഞ്ഞത് തഷറഫ്ന, വെൽക്കം വെൽക്കം. നത്ലബുലി ഹദറത്തിക്ക കഹ്വ ലെമൂൻ, നിങ്ങൾക്ക് ചായ അല്ലെങ്കിൽ കോഫി എന്താ വേണ്ടതെന്ന് ചോദിച്ചു. നായില പറയാം ഹത്തോബീബില യത്ലുബുലി മരീലഹി കഹ്വ ലൈമൂൻ, ഏതെങ്കിലും ഒരു ഡോക്ടറും തൻ്റെ അടുത്തേക്ക് വരുന്ന രോഗിക്ക് കാപ്പിയോ അല്ലെങ്കിൽ പിന്നെ ലൈമൊന്നും കൊടുക്കൂലല്ലോ. ഇന്നഹു യസ് അൽഹു മിമ്മ യഷ്കു, ആകെ ഡോക്ടർ എന്താണ് നിങ്ങളെ പ്രശ്നമെന്നല്ലേ ചോദിക്കൂ. യസ് അൽഹു മിമ്മ യഷ്കു, എന്താണ് താങ്കളുടെ പ്രശ്നമെന്നല്ലേ ചോദിക്കൂ. അപ്പോൾ അത് വായിക്കാൻ സദഖ്, ചിരിച്ചുകൊണ്ട് പറയുന്നത് സദഖ്, സത്യം. അന ഫീമ യദ്ഹുറുൽ അസ്ലഹി തംസീൽ, എനിക്ക് തോന്നുന്നത് എനിക്ക് അഭിനയം എനിക്ക് പറ്റൂലാന്ന് തോന്നുന്നു. അപ്പോൾ കുൻ അല സിജിയത്, താങ്കളായിട്ട് അഭിനയിച്ചാൽ മതി. ഫല്ലു മസ്ലിം മിലാവുൽ, നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാൻ തുടങ്ങും. ഫദില ദാഇൽ തഖ്ദീം വ തഅരീഫ് വല്ലൈമൂൻ, ഓക്കെ, ഇൻട്രൊഡക്ഷൻ വേണ്ട, അതുപോലെ തന്നെ താരിഫ് പരിചയപ്പെടുത്തുക, അല്ലെങ്കിൽ ചായ കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കാനൊന്നും വേണ്ട. അദ്ഖിലി മുബാശറത ഫിൽ മൗദൂ, ഡയറക്റ്റ് വിഷയത്തിലേക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ നായിലത്തു മസ്ല, നായില അഭിനയിച്ചുകൊണ്ട് പറയുന്നു ഇന്നി ജിഇലേക്ക്, ഞാൻ താങ്കളുടെ അടുത്തേക്ക് വന്നത്. ഇന്നി മുസ്ഖിനിലേക്ക്, ഞാൻ താങ്കൾ ഓക്കെ ഐം ലിസണിങ് എന്ന് ഇയാൾ തിരിച്ചു പറഞ്ഞു. താങ്കൾ പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം. ജിഇലേക്ക്, ഞാൻ താങ്കളുടെ അടുത്തേക്ക് വന്നത്. നഅം, അതെ. കമാ യജിഉ മാഅ സമാലി സർഇ ദാബിൽ അത്ഷാൻ ഔ കമാ ജാ അൽ മന്നു സൽവാ ലി ഷാബി മൂസൽ ജവാൻ. നഅം, അതെ. കമാ യജിഉ മാഅ സമാ, ആകാശ വെള്ളം ഇറങ്ങിയതുപോലെ, ലി സർഇ ദാബിൽ അത്ഷാൻ, ദാഹിക്കുന്ന കൃഷിയിടത്തിന് മഴ വർഷിച്ചതുപോലെ. ഔ കമാ ജാ അൽ മന്നു വസ്സൽവാ ലി ഷാബി മൂസൽ ജവാൻ, വിശന്നിരിക്കുന്ന മൂസയുടെ സമൂഹത്തിന് മന്നയും സെർവയും വർഷിച്ചതുപോലെ. ഇന്നഹ നിഅമത്തുൻ കിബ്രായ അനിസ, ഇത് വല്ലാത്തൊരു അനുഗ്രഹം തന്നെ, പറഞ്ഞോളി. ഇന്നഹുല ഷറഫുൻ ലി, തീർച്ചയായിട്ടും അത് എനിക്കൊരു ഷറഫാണ്. വൈനഹല സആദത്തുല്ലം അഹ്ലു ബിഹ, ഞാനിതുവരെ ചിന്തിക്കാത്ത പ്രതീക്ഷിക്കാത്ത ഒരു സന്തോഷമാണത്, സ്വപ്നം കാണാത്തൊരു സന്തോഷമാണത്. ഇന്നഹുൽ ഹനാ അല്ലദി ത്വാലമ അൻ തളിർഹു ഫി അവാമിൻ വലം അദ്രി സബീലൈ. ഇന്നഹുൽ ഹനാ അല്ലദി ത്വാലമ അൻ തളിർഹു, ഞാൻ കാലങ്ങളായിട്ട് കാത്തിരിക്കുന്ന ഇഷ്ടമാണത്. മിൻ അവാം, വർഷങ്ങളായിട്ട്. വലം അദ്രി സബീലൈ, അതിലേക്ക് എങ്ങനെ പോകണമെന്ന് എനിക്കറിയാത്ത ഒരു സംഗതിയാണിത്. കൈഫ അഷ്കുറുക്ക് അഷ്കുറുക്ക് മഖാദിർ അല്ലദി ജാഅത് ബിക്, നിങ്ങൾ കൊണ്ടുവന്ന കൈഫ അഷ്കുർ, ഞാൻ എങ്ങനെയാണ് തനിക്ക് നന്ദി പറയാം. നമുക്ക് അഷ്കുറുൽ മഖാദിർ അല്ലദി ജാഅത് ബിക്, അവൾ കൊണ്ടുവന്ന ഈ സംഗതി ഞാനെങ്ങനെ മറുപടി വരും. ഇന്നി ഉഹന്യു നഫ്സി, ഐ വെൽക്കം. ഇന്നി അഹ്സുദ് നഫ്സി, ഞാൻ അയാളെ പ്രശംസിക്കുകയും എനിക്ക് സ്വന്തത്തോട് വല്ലാത്തൊരു അസൂയ തോന്നുകയും ചെയ്യുന്നു പറഞ്ഞു. നായില ബാസിമ, നായില അപ്പോൾ ചിരിച്ചുകൊണ്ട് പറയണത് മഹ്ലൻ, അടങ്ങി. ഇന്നഹുല യുംകിന യഖുല ദാലിക്, അയാൾക്ക് അങ്ങനെ ഒന്നും പറയാൻ കഴിയില്ല. കാരണം എന്താ, അയാൾ ഡോക്ടറല്ലേ, ഞാൻ എന്താ സാധനം പോലും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഫുആദ് അന്നഹു മുഖ്ഫൽ, കാരണം അയാൾ വേറെ ഏതോ ലോകത്താണ്, അയാൾ അശ്രദ്ധനായതുകൊണ്ടല്ലേ. അവനല്ല ബല്ലി അന്നഹു ഫഖദ് ലം യഅരിഫ് ബാദ അസ്ലിൽ മഅ്ലൂം, അല്ല അതുകൊണ്ടല്ല, അല്ലെ അന്നഹു ഫഖദ് ലം യഅരിഫ് ബാദൽ, അയാൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ത് അസ്ലുൽ മഅ്ലൂം, വിഷയത്തിൻ്റെ കാമ്പെന്താണെന്ന് അയാൾക്ക് അറിയില്ലല്ലോ. പിന്നെ അയാൾ എങ്ങനെ ഈ സാധനമൊക്കെ പറയാം, ഞാൻ കാണിക്കാൻ പോയതല്ല, അയാളുടെ അടുത്ത് എന്താണ് ചെങ്ങായി ചോദിച്ചു. ഫുആദ് ഇന്നഹു ലാ യഅരിഫ് ഷൈഅൻ ഹാദൽ ഹൈവാൻ, ഈ ചങ്ങായിക്ക് ഈ പോത്തിനപ്പോൾ ഒന്നും അറിയില്ലെന്ന് വെച്ച്. ഫൽ മുസ്ലിം മില്ലാവൂ, നമുക്ക് ഫസ്റ്റ് മുതൽ സംസാരിക്കാം. വസഅതകല്ലമു ഹാദിഹിൽ മറ ബിലിസാനിഹി വ അഖ്ലിയതിഹി വല മസ്ഊലിയതി, ഇനി ഞാൻ ഈ അത്തക്കല്ലമു ഹാദിൽ മറ, ഇപ്രാവശ്യം ഞാൻ ബിലിസാനിഹി, അയാൾ പറയുന്നത് പോലെ, വ അഖ്ലിയതി, അയാളുടെ ബുദ്ധി കൊണ്ട്, വ അല മസ്ഊലിയതി, അയാളുടെ ഉത്തരവാദിത്തങ്ങൾ വെച്ചുകൊണ്ട്, അഥവാ അയാളുടെ ജോലി വെച്ചുകൊണ്ട് ഞാൻ സംസാരിക്കണം. യസ്തഅദിൽ തംസീൽ, അഭിനയിക്കാൻ തയ്യാറായി. പിന്നാല ഇനി ജിത്തുലേക്ക്, ഞാൻ താങ്കളുടെ അടുത്തേക്ക് വന്നത് ഫി മസ്അലത്തിന് ഗായത്ത് ഫിൽ ബസാത്ത, വളരെ സിമ്പിളായിട്ടൊരു വിഷയത്തിലാണ്. ഫുആദ് മുമസ്സിലൻ, അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു തക്കല്ലമി, പറഞ്ഞോളൂ, എന്താണ് നിങ്ങളുടെ പ്രശ്നം. ജിത്തുലേക്ക് ലി അത്ലുബിയദക്, ജിത്തുലേക്ക്, ഞാൻ താങ്കളുടെ അടുത്തേക്ക് വന്നത് ലി അത്ലുബിയദക്, താങ്കളുടെ കൈ ആവശ്യപ്പെടാൻ, അഥവാ വെച്ചാൽ അത് ഒരു പ്രയോഗമാണ്, എന്ത് കല്യാണം കഴിക്കാൻ, താങ്കളെ ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. യതി, എന്നെ കല്യാണം കഴിക്കാനോ. അജിബ് മിൻ ഫദ്ലിക ബിൽ കലിമ വാഹിദ ലാ ല, അതെ, പക്ഷേ അജിബ് മിൻ ഫദ്ലിക ബിൽ കലിമ, താങ്കൾക്ക് ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരൊറ്റ ഇതുള്ളൂ, എന്ത് ഈ കലിമ വാഹിദ, ഒരൊറ്റ ആൻസറെ പറയണം, സിംഗിൾ ആൻസർ. ഒന്നുകിൽ ലാ ഔന, ഒന്നുകിൽ ഓക്കെ ലാ എന്ന് പറയാം, അല്ലെങ്കിൽ നഅം എന്ന് പറയാം.
ഇതല്ലാണ്ട് വേറെ ഒന്നും പറയാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. ഫുആദ് ഇനി ഫൂജിയത്ത് ബിൽ മൗദു, ഭയങ്കര ഫാസ്റ്റായി പോയല്ലോ വിഷയം. വലം അനിൽ അവാൻ അൻദിൽ ഇസ്വാജ്, കല്യാണത്തിന് എൻ്റെ അടുത്തേക്ക് എനിക്ക് സമയമായിട്ടില്ലല്ലോ. വലം അനിൽ അവാൻ, സമയമായിട്ടില്ല എന്ത് അൻദിൽ ഇസ്വാജ്, കല്യാണത്തിന്. അലം തബ്ലഗ് ബാദു സിനർ റുഷ്ദ്, ഇതുവരെ താങ്കൾക്ക് വിവേകമായിട്ടില്ലേ എന്ന് തിരിച്ചു ചോദിച്ചു. അതിന് നായില ഡോക്ടറോട് ചോദിക്കുന്ന പോലെ ഫുആദിന് ചോദിച്ചു നായില. അപ്പോൾ ഫുആദ് പറയാം ആയത്തിന് വക്തലി തഫ്കീർ, ചിന്തിക്കാൻ സമയം എന്താ നായില. അതീക്ക ഹംസ് ദഖായിഖ്, 5 മിനിറ്റ് ഞാൻ തരാം. തന്ദുർ ഫി സാഅത്തി അസ്ലിമ, അവിടെയുള്ള ഒരു ക്ലോക്കിലേക്ക് നോക്കി എന്നിട്ട് പറഞ്ഞു ഞാൻ താങ്കൾക്ക് 5 മിനിറ്റ്. ഫഖത്ത് 5 മിനിറ്റോ? മഹാദൽ ഇസ്തിബ്ദാദ്, എന്തൊരു ഇസ്തിബ്ദാദാണ്, എന്താ പറയുക, ഏകാധിപത്യമാണ്. ഹാദാ മുൻതഹ തസാമു, ഇനി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചയൊന്നുമില്ല. അദ്കുർ അയ്യുഹർ റജുൽ യൗമ കുന്തു തത്ലുബ് യദന, ഹൽ, ഈ ഒരു സാധനവും കാലങ്ങളായിട്ട് പുരുഷന്മാർ അയ്യുഹർ റജുൽ യൗമ കുന്തു തത്ലുബ് യദന, നീ ഞങ്ങളുടെ കൈ അഥവാ ഞങ്ങളെ കെട്ടാൻ വരുമ്പോൾ ഇതല്ല നീ ചോദിക്കാറ്. ഹൽ കുന്ന തിന വക്തൻ ഫക്കിർ ഫിഹ, നീ ഞങ്ങൾ ചിന്തിക്കാൻ സമയം തരുന്നുണ്ടായിരുന്നു. വഹൽ ഖാൻ ലന ഫിക്രുൻ ഔ ഇറാദ, ഞങ്ങൾക്ക് ചിന്തിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും തീരുമാനം എടുക്കാനോ ഉള്ള കഴിവുണ്ടായിരുന്നു. കാനൽ ഇത്തിഫാഖോ ഇബ്രാഹിം അൽ വാലിദീൻ, ആകെ ഈ വിഷയത്തിൽ തീരുമാനത്തിലാരാ മഅൽ വാലിദൈൻ, ഫാമിലി ആയിട്ടല്ല തീരുമാനിക്കുക, ബാപ്പിയും അല്ലാണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടായിരുന്നു ഇത്രയും കാലം, പിന്നെ ഇപ്പം എന്താ എനിക്ക് സമയം എന്ന് വെച്ചു. വക്കാന കുല്ലുമായി എത്തുലുബ് ഇലൈന അൻ നത്രുഖ് വ നസ്മുത്ത് വ നഹ്മുർ ഹയാ, വക്കാന കുല്ലുമായി എത്തുലുബ് ഇലൈന, ഞങ്ങളോട് ആകെ പറയൽ എന്താ, അൻ നത്രുഖ് കേൾക്കാൻ, വ നസ്മുത്ത് സൈലൻ്റായിട്ട് കേൾക്കാൻ, വ നഹ്മുർ ഹയാ എന്നിട്ട് ലജ്ജയോട് കൂടിയിട്ട് മുഖം ചുവക്കണം, ഇതിനല്ലേ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നുള്ളൂ എന്ന് ചോദിച്ചു. അൽ ആൻ ഹാദ യൗമുന, ഇപ്പോൾ ഇത് ഞങ്ങളുടെ സമയമാണ്. വഖദ് ജാഅത് നൗബത്തുന ഫി അൻ നഫ്അല ബിക്കും ബഅദ മാ കുൻതും തഫ്അലൂന ബിഹാ, നിങ്ങൾ ഞങ്ങളോട് ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ കുറച്ച് ഭാഗം തിരിച്ച് നിങ്ങളോട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. വലാക്കിന്നന, പക്ഷേ അതോടൊപ്പം തന്നെ മഅദാലിക്, അതോടൊപ്പം അക്സറു തഖ്ദീർ അൽ ഹുരിയ അൽ ബശരിയ മിൻകും, താങ്കളിൽ നിന്ന് ഒരു മനുഷ്യനാണ് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും നല്ല ഫ്രീഡം ഞങ്ങൾക്ക് കിട്ടണം എന്നതിൻ്റെ സമയമായി. ഫലൻ മുജാരി കുഫിദുൽ, ഒരു അക്രമത്തിലും ഞങ്ങൾ താങ്കളുടെ കൂടെ നിൽക്കൂല. ബൽ ഇതാ നിങ്ങളുടെ കൂടെ, നിങ്ങൾ വർഗം വെച്ചാൽ പുരുഷവർഗത്തോടെ കൂടെ ഞങ്ങൾ നിൽക്കില്ല. ബൽ ആമിലക്കും ആദമീൻ ലഹും ഹഖു തഫ്കീർ വൽ ഇഖ്തിയാർ, മറിച്ച് നിങ്ങൾ ചെയ്യുന്നത് പോലെ ഞങ്ങളെ അടിമകളായിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊന്നും കാണില്ല, മറിച്ച് ആമിലക്കും ഞങ്ങൾ നിങ്ങളോട് പെരുമാറുക ആദമീൻ മനുഷ്യന്മാരെ പോലെയാണ്. ലഹും ഹഖു തഫ്കീർ വൽ ഇഖ്തിയാർ, സ്വാതന്ത്ര്യവും ചിന്താ സ്വാതന്ത്ര്യമൊക്കെ ഉള്ള അവകാശമുള്ള മനുഷ്യന്മാരെ പോലെയാണ് ഞങ്ങൾ നിങ്ങളെ കാണാമെന്ന് വെച്ചു. അപ്പോൾ ഫുആദ് യസ്ഫഖു ഇസ്തിഹ്സാനൻ, ബ്രാഫോ, ഇത് കേട്ടപ്പോൾ വക്കീൽ ഫുആദിന് അയാളുടെ മനസ്സിൽ ഇതാണ് ആശയമുള്ളത്. അപ്പോൾ അയാൾ തൊബീബായിട്ട് അഭിനയിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ എന്താക്കി, യസ്ഫഖു ഇസ്തിഹ്സാനൻ, സന്തോഷം കൊണ്ട് അയാൾ തൻ്റെ കൈ അടിച്ചു, ക്ലാപ്പ് ചെയ്തു. ബ്രാഫോ എന്നിട്ട് പറഞ്ഞു ബ്രാവോ എന്ന് അറിയാമല്ലേ, അടിപൊളി എന്ന് പറയില്ലേ അത്. ലാ അള്ളു ഹാദൽ കലാം യുഅജിബു, എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സംസാരം അയാളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞത് ഫുആദ് പറഞ്ഞു ലാ ഷഅന ലി ബി അന്നി അസ്ഫിഖുൽ ഹിസാബിൽ ഖാസ്, അതൊന്നും എനിക്കറിയില്ല. ഇന്നി അസ്ഫിഖുൽ ഹിസാബിൽ ഖാസ്, ഞാൻ എൻ്റെ സ്വന്തം കേസിലാണ് എന്ത് കൈയടിച്ച്, എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഫുആദ് എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമായി. തൊബീബായിട്ട് അഭിനയിക്കുന്ന ആ തൊബീബിന് ഇഷ്ടമായിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഇതൻ അൻതമിർ ഈ, അപ്പോൾ താങ്കൾ എൻ്റെ അഭിപ്രായത്തിലാണ് ഞാൻ പറഞ്ഞത്, ഫി കുൽ ഷെയ്, ഉറപ്പായിട്ടും, വബിലാ തഹ്ഫുദ്, ഒരു സംശയം ഇല്ലാണ്ട്, അല്ലെങ്കിൽ അതിന് യാതൊരു ചിന്തകേണ്ടാണ്. അലാ തള്ളുന്നു ഇന്നി ജാവസ്തുൽ ഹദ്ദ ഖലീല, ഞാൻ കുറച്ച് ഓവറായിട്ടുണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നില്ലെന്ന് ചോദിച്ചു. ഹുനാലിക ആമിൽ മുഹമ്മദ് ജിദ്ദ ഫി ഹാദൽ മൗഖിഫ്, ഈ നിലപാടിൽ വേറൊരു കാരണം കൂടെ ഉണ്ട്, ഒരു പ്രധാനപ്പെട്ട സാധനമുണ്ട്. എന്താ അത് അഖ്ഫൽ തുഹു ഹുവ, അതെന്താ ഞാൻ പറയാൻ വിട്ടു, അതെന്താണെന്ന് വെച്ചാൽ ഹുവ അൽ മൈലു ഷഖ്സി, അത് വ്യക്തി ഇഷ്ടമാണ്, പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ് എന്ന് പറഞ്ഞു. ഫുആദ് സിഖി, അതെ വിശ്വസിച്ചോ, ഉറപ്പിച്ചോ. അന്ന ഹാദൽ മൈൽ ഖദ് ഖറസ ഫി ഖൽബി മുൻദു ലഹദത്തിൽ ഊല, താങ്കളിങ്ങനെ കൈയടിക്കാനുള്ള കാരണം താങ്കളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ് എന്നും കൂടെ എനിക്ക് തോന്നി എന്ന് നായിൽ പറഞ്ഞത് ശക്തിയായിട്ട്. എന്ത് അന്ന ഹാദൽ മൈൽ, ഈ ഒരു താല്പര്യം ഖദ് ഖറസ ഫി ഖൽബി മിൻദു ലഹദത്തിൽ ഊല, ആദ്യം തന്നെ എൻ്റെ മനസ്സിൽ കിടന്നൊരു ആശയമാണ് ഇത് സ്ത്രീക്കും ഇതേ സ്വാതന്ത്ര്യമാണെന്നുള്ളത്. ഹുനാലിക അൽറുഫ് അൽ ആയിലിയ അവൽ ഹുസൂസി അല്ലത്തി ഖത്തുംന, അപ്പം നായിൽ പറഞ്ഞത് ഹുനാക്ക അൽറുഫ് അൽ ആയിലിയ, കുടുംബ കാരണങ്ങൾ, സാഹചര്യങ്ങളുണ്ട്, ലുറുഫിൻ്റെ സാഹചര്യങ്ങൾ, വൽ ഹുസൂസി അല്ലെങ്കിൽ വ്യക്തി കാരണങ്ങൾ, അല്ലത്തി ഖത്തുംന, ഇതൊക്കെ എന്താ ഖത്തുംന, ഇതൊക്കെ ചിലപ്പോൾ എന്തായേക്കാം, ഈ ഇഷ്ടങ്ങളെ ചിലപ്പോൾ തടഞ്ഞേക്കാം, അഥവാ ഒരു പെണ്ണിന് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ സ്ഥാനത്തെ ഈ കാര്യങ്ങളൊക്കെ തടഞ്ഞേക്കാം. അപ്പോൾ ഫുആദ് പറയുന്നത് ലാ തൂജദ് ഖുവ്വത്തുൻ അലൽ അർദ് തംനഉ ഔ തഹവ്വലു ദൂന സിവാജി മിൻക, അപ്പോൾ ഇയാൾ പറയുന്നത് ലാ തൂജദ് ഖുവ്വത്തുൻ അലൽ അർദ്, ഭൂമിയിൽ ഇനി
വേറെ ഒരു ശക്തിയുമില്ല എന്ത് തംന തടയുന്ന ഔ തുഹവില ദൂന സിവാജി മിൻക്ക് നിന്നെ കല്യാണം കഴിക്കാണ്ട് ഇനി വേറൊരു ശക്തിക്കും ഒന്നും മാറ്റാൻ പറ്റില്ല എന്ന് ഇയാൾ പറഞ്ഞു. ആര് ഫുആദ് തൊബീബായിട്ട് പറഞ്ഞു എന്ത് ഇനി ഞാനെന്നെ കെട്ടിയിട്ടെന്നെ ബാക്കി കാര്യം എന്ന അർത്ഥത്തിൽ പറഞ്ഞു. അപ്പോൾ നായൽ പറഞ്ഞു അഷ്കുറുഖ് താങ്ക് യു ലഖദ് അജത്ത ഹക്കന തംസീൽ സത്യമായിട്ട് താങ്കൾ അഭിനയം നല്ല ഉഷാറായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഫുആദ് ചോദിച്ചേ അയ്യ തംസീൽ എന്താ അഭിനയം എന്നി ലാ ഉമസു ഇല്ല നഫ്സി ഞാനായില്ല ഞാൻ സത്യമായിട്ടും എൻ്റെ ലാ ഉമസു നഫ്സി ഞാൻ എൻ്റെ സ്വന്തം മനസ്സിനെയാണ് ഞാൻ പ്രതിനിധീകരിച്ച് പറഞ്ഞത്. അഥവാ മനസ്സിനെ അഭിനയിച്ച് ഞാൻ എൻ്റെ ഉള്ളിലുള്ളതാണ് പറഞ്ഞത് അല്ലാണ്ട് ഡോക്ടറായിട്ട് പറഞ്ഞതല്ല. എന്ത് നിന്നെപ്പോലത്തെ ഒരാളായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് എന്ന് ഇയാൾ പറഞ്ഞു. അപ്പോൾ നായല ഫി ദഹ്ശത്തിൽ വസറൂർ അത്ഭുതത്തോടും കൂടിയിട്ട് സന്തോഷത്തോടും കൂടിയിട്ട് തുനാദീനി ബി ഇസ്മി അൽ മുജറത്ത് തുനാദീനി ബി ഇസ്മി അൽ മുജറത്ത് നിങ്ങൾ എൻ്റെ പേര് മാത്രം വിളിക്കുകയാണ് എന്ത് ആനിസാൻ ആയില എന്നില്ലാണ്ട് ഒരു നായില എന്ന് വിളിച്ചോ ആ തക്ബലീൻ എന്നീ സൗജൻ ഞാനായില്ല. അപ്പോൾ ഫുആദ് തിരിച്ചങ്ങോട്ട് ചോദിച്ചെന്ത് ആ തക്ബലീൻ എന്നീ സൗജൻ ഞാനായില്ല നീ എന്നെ ഒരു നിൻ്റെ ഭർത്താവായിട്ട് സ്വീകരിക്കുമെന്ന് അങ്ങോട്ട് ചോദിച്ചു ഫുആദ്. കാരണം ഫുആദിന് സമയമില്ല ഒരു പെണ്ണിനെ തപ്പാൻ. ഫുആദ് ആഗ്രഹിക്കുന്ന ഒരു പെണ്ണാണെന്ത് മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഫുആദ് അങ്ങോട്ട് വെച്ചു. അപ്പോൾ നായൽ എന്തിനാണോ വന്നത് ആ സാധനം ഫുആദ് അങ്ങോട്ട് വെച്ചപ്പോൾ നായില ലാ നോ ഫുആദ് നായില ലാ ഇല്ല ലാ തഖലിബ് അൽ വദു മിൻ ഫളിക് ലാ തുഖലിബ് അൽ വദു മിൻ ഫളിക് സാഹചര്യം മാറ്റില്ല ചേഞ്ച് ആക്കല്ലേ. ലഖദ് സബഖ്തുക അന ഞാനാണ് ഫസ്റ്റ് വന്നത്. വഖുൽതുലക് ഞാൻ താങ്കളോട് പറഞ്ഞില്ല എന്ത് അന്നി അത്ലുബി യദക് ഞാൻ താങ്കളുടെ കൈ നേടുന്നത് താങ്കളെ ഞാൻ പ്രപ്പോസ് ചെയ്യുകയാണെന്ന്. വഅതൈതുക ഖംസ് ദഖായിഖ് എന്നിട്ട് ഞാൻ താങ്കൾക്ക് 5 മിനിറ്റും തന്നില്ല. എന്തിനു തഫക്കരി വ തുജീബ് ചിന്തിക്കാനും അതുപോലെ തന്നെ ഉത്തരം പറയാനും. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നായിലൊക്കെ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യണം. എന്നാലും ഫുആദിന് നായില ഫുആദിനെ പോലത്തെ ഫുആദ് ആഗ്രഹിക്കുന്ന പോലെ ഫുആദ് ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്തു. നായില പറഞ്ഞത് പറ്റില്ല. അതൊന്നും ദഖായിഖൽ ഖംസ ഖദ് മറത്ത് 5 മിനിറ്റ് കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഫുആദ് പറഞ്ഞത് യദ്ഗത്ത് വല സിറിൽ ജർസ് അൽ കഹ്റുബാ ഈ ബിവന്ദർ സാധോ അയാൾ തൻ്റെ മുന്നിലുള്ള ഇലക്ട്രിക് ബെല്ല് അമർത്തി എന്നിട്ട് വയന്നൂർ ഫി സാദി എന്നിട്ട് എൻ്റെ ക്ലോക്കിലേക്ക് നോക്കി. ലാ തസാലി ദഖീഖ വാഹിദ 1 മിനിറ്റ് ഇനിയും ബാക്കിയുണ്ടല്ലോ എന്ന് നായലിന് പറഞ്ഞു. അപ്പോൾ വക്കീൽ മക്തബ് അയാൾ ബെല്ലടിച്ചപ്പോൾ എന്താ ഈ ഓഫീസിലെ സെക്രട്ടറി അയാളുടെ പേഴ്സണൽ അസിസ്റ്റൻറ്റ് വന്നു. യദ്ഖലു ഹാമിലൻ ബഅദൽ മുൽഫാത്ത് ചില ഫയലുകളും എടുത്തുകൊണ്ടാണ് ഇയാൾ വരുന്നത്. അൽ ഉസ്താദ് ലറബലി അൽ ജർസ് നിങ്ങൾ ബെല്ലടിച്ചോ എന്ന് ചോദിച്ചു. ഫുആദിന് അതെ അർജൂക്ക് അത്ലുബ് ലന ഹാലൻ വാഹിദ അർജൂക്ക് ഒരു സാധനം എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത്ലുബ് ലന ഹാലൻ വാഹിദ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരു പിന്നെ ഒരു സാധനം കൊണ്ടുപോകാന്ന് പറഞ്ഞു. വക്കീൽ മക്തബ് വാഹിദ് ലൈമൂൻ ഒരു ലെമണാണോ വേണ്ടത്. അപ്പോൾ ഫുആദ് പറഞ്ഞത് വാഹിദ് മഅദൂൻ ഞങ്ങൾക്ക് വേണ്ടത് ഒരു മഅദൂനെയാണ്. മഅദൂൻ എന്ന് വെച്ചാൽ കല്യാണം നടത്തി കൊടുക്കുന്ന ആൾക്ക് നമ്മളെന്താ പറയുക ശരിക്കും കല്യാണം നടത്തുന്ന ഉസ്താദിനൊക്കെ ഇല്ല ഉസ്താദിനൊക്കെയാണ് അറബിയിൽ മഅദൂൻ എന്ന് പറയാം. വാഹിദ് മഅദൂൻ ഞങ്ങളെ കല്യാണം നടത്താനൊരു മഅദൂനെ വേണ്ടതെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വക്കീൽ തസ്ഖുത്തുൽ മുലിഫാത്ത് മിൻ യദി വക്കീൽ മക്തബ് അയാളുടെ കയ്യിൽ നിന്ന് ആ ഫയലുകൾ മൊത്തം താഴെ വീണു. വഹുവ യഹ്മലിക്കു ഫീമ ദഹ്ഷ അയാൾ ആകെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിപ്പോയി. അപ്പോൾ തൻസിൽ സിത്താർ അതോടൊപ്പം അയാളിങ്ങനെ ഒരു ആകെ കൺഫ്യൂസ്ഡായി. അപ്പോൾ എന്തായി തൻസിൽ സിത്താർ ആ ഒരു നാടകത്തിൻ്റെ കർട്ടന് അഥവാ തിരശ്ശീല താഴേക്ക് വീണു. അപ്പോൾ ഇതാണെന്ത് നമ്മുടെ തൗഫീഖുൽ ഹക്കീമിൻ്റെ ഉരീദു ഹാദർ റജുൽ എന്ന് പറയുന്ന നാടകം. ഓക്കെ, ഇനി അതിലെ കുറച്ച് ചോദ്യങ്ങളാണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.